सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। नारायणं पद्मभुवं वसिष्ठं शक्तिं च तत्पुत्रपराशरं च व्यासं शुगं गौडपदं महान्तं गोविन्दयोगीन्द्रमथास्य शिष्यं श्रीशङ्कराचार्यमथास्य पद्मपादं च हस्तामलकं च शिष्यं तं तोडकं वार्तिककार्यमन्यानस्मद्गुरुं सन्ततमानतोऽस्मि। ओं ब्रह्मानन्दं परमसुखदं केवलं ज्ञानमूर्तिं द्वन्द्वातीतं गगनसदृशं तत्त्वमस्यादिलक्ष्यम् एकं नित्यं विमलमचलं सर्वधी साक्षिभूतं भावातीतं त्रिगुणरहितं सद्गुरुं तं नमामि। ओं सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां। श्रुतिस्मृतिपुराणानामालयं करुणालयं नमामि भगवत्पादशङ्करं लोकशङ्करं। शङ्करं शङ्कराचार्यं केशवं बादरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः। ईश्वरो गुरुरात्मेति मूर्तिभेदविभागिने व्योमवद्व्याप्तदेहाय दक्षिणामूर्तये नमः। श्रीगुरुभ्यो नमः। ओं परमगुरुभ्यो नमः। ओं परापरगुरुभ्यो नमः। ओं गणानां त्वा गणपतिं हवामहे कविं कवीनामुपमस्रवस्तमं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पद आन शृण्वन्नूदिभिः सीदसादनं वक्रतुण्डमहाकाय कोटिसूर्यसमप्रभ निर्विघ्नं कुरु मे देव सर्वकार्येषु सर्वदा। ओं श्रीमहागणाधिपतये नमः। ओं सरस्वती नमस्तुभ्यं वरदे कामरूपिणी विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा। ओं श्रीमहासरस्वत्यै नमः। वसुदेवसुतं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुं। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे परमानन्दमाधवम्। पीताम्बरं करविराजितचक्रशङ्खकौमोदकी सरसिजं करुणासमुद्रं राधासहायमतिसुन्दरमन्दहासं वातालेशमनिशं हृदि भावयामि। श्रीगुरुवायूरप्पा शरणं। सर्गस्थितिप्रलयहेतुमचिन्त्यशक्तिं विश्वेश्वरं विदितविश्वमनन्तमूर्तिं निर्मुक्तबन्धनमापारसुखाम्बुराशिं श्रीवल्लभं विमलबोधघनं नमामि। श्रीमद्भागवतार्थपुष्कलधनं श्रीवल्लभं श्रीगुरुं श्रीमत्पुरुषसूक्तसूचितमहातत्त्वप्रदीपं परं श्रीमत्कम्बुगदारिपङ्कजलसत्पाणिं सुरेशं हरिं श्रीमत्पादसरोजसंसृतमनाः वन्देहमानन्दिता। ॐ श्रीवल्लभेशाय नमः। कल्याणीं कलिकालदोषशमनीं कारुण्यवारानिधिं कल्याणाजलकार्मुकस्य दयितां कान्तारविन्देक्षणां लक्ष्मीकान्तसहोदरीं नन्दितां सर्वार्थसिद्धिप्रदां नव्यक्षेत्रनिवासिनीं भगवतीं वन्दे परामम्बिकाम्। ॐ श्रीजगदम्बिकायै नमः। ഗുരുവായൂരപ്പ. ഓം സമസ്തജനകല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. ഓം ശ്രീ ചിന്മയ സദ്ഗുരവേ നമഃ. ഹര നമഃ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഹരിയ എല്ലാ സജ്ജനങ്ങൾക്കും സാദരപ്രണാമം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ നടക്കുന്ന മറ്റൊരു ഭാഗവത സത്രം കൂടി നമ്മെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. പെരുന്തട്ട ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ച് നല്ല സ്മരണകളുണ്ട് എന്നർത്ഥം. കാരണം 14 വർഷം മുമ്പ്
43 ദിവസത്തെ ഭാഗവതം ഇവിടെ നടത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞു വന്നത്. വേങ്ങേരി ശ്രീധരൻ നമ്പൂതിരിയുടെ സ്മരണാർത്ഥം ശ്രീമദ് ഭാഗവത ത്രിപക്ഷയജ്ഞം എന്ന പേരിൽ ഞങ്ങൾ കുറച്ച് പേര് കൂടിയിട്ട് ഗുരുവായൂർ നടത്തി 8-9 വർഷത്തോളം. അതിൽ 4ാമത്തെ ത്രിപക്ഷയജ്ഞം നടന്നത് മഹാദേവൻ്റെ തിരുസന്നിധിയിൽ പെരുന്തട്ട ക്ഷേത്രത്തിലായിരുന്നു. അപ്പോൾ ഇവിടേക്കാണ് ഇത്തവണത്തെ സത്രം എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ബഹുമാന്യനായ നാരായണസ്വാമിക്ക് നല്ല ഓർമ്മയുണ്ടായിരുന്നു. പ്രഭാകർജി ത്രിപക്ഷയജ്ഞം നടത്തിയ സ്ഥലമാണ് ഇത്തവണ ഭഗവാൻ സത്രത്തിന് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ സ്വകാര്യ ദുഃഖം സ്വകാര്യ സന്തോഷം എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ കുറച്ച് പേർക്കെങ്കിലും ഓർമ്മയുണ്ടാവും അത്. എന്തായാലും അങ്ങനെ പവിത്രമായ മഹാദേവ സന്നിധിയിൽ പിന്നെ മഹാദേവനും ഭഗവാനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പറയാൻ തുടങ്ങി അത് തന്നെ ഒരുപാട് സംസാരിക്കാനുണ്ട്. എന്തായാലും ശ്രീമദ് ഭാഗവതം മഹാപുരാണങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് വേദവ്യാസ ഭഗവാൻ ശ്രീമദ് ഭാഗവതത്തിൻ്റെ 335-ാമത്തെ അധ്യായം സമർപ്പിച്ചുകൊണ്ട് പറയുന്നു 4 ഉദാഹരണങ്ങളാണ് എന്നർത്ഥം. ക്ഷേത്രങ്ങളിൽ വെച്ച് കാശിയപ്രകാരം നിമ്നഗാനാം യഥാ ഗംഗ എന്നാണ്. താണൊഴുകുന്ന കൂട്ടത്തിൽ, അതായത് നദികളുടെ കൂട്ടത്തിൽ ഗംഗയെ പ്രകാരമോ, ദേവന്മാരുടെ കൂട്ടത്തിൽ അച്യുതൻ, ആ വാക്കാണ് ഉപയോഗിച്ചത്, ഭഗവാനും ദേവനല്ല, അച്യുതനെ പ്രകാരമോ. 4ാമത്തെയാണ് കൂടുതൽ ശ്രദ്ധേയം, വൈഷ്ണവാനാം യഥാ ശംഭു. വിഷ്ണുഭക്തന്മാരിൽ മഹാദേവനെ പ്രകാരമോ അതുപോലെയാണ് പുരാണങ്ങളിൽ വെച്ച് ശ്രീമദ് ഭാഗവതം. സന്ദർഭം വേറെയാണെങ്കിലും, അതായത് ശ്രീമദ് ഭാഗവത മഹാപുരാണത്തിൻ്റെ പ്രാധാന്യം സൂചിപ്പിക്കലാണ് അവിടെ ലക്ഷ്യമെങ്കിലും വളരെ ശ്രദ്ധേയമായതാണ് ഈ 4 കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് കാശിയുടെ പ്രാധാന്യവും മഹാദേവൻ്റെ പ്രാധാന്യവും. അങ്ങനെ ആ ജഗദ്ഗുരുവായ ആ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ നടക്കുന്ന ഈ ഭാഗവത സത്രത്തിൽ കൂടി എത്രയോ വർഷങ്ങളായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഭാഗ്യമാണ്. 1 വർഷം പോലും മുടങ്ങാതെ ഈ ഭാഗവത സത്രത്തിൽ പങ്കെടുക്കാൻ കഴിയുന്നു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, ഗുരുനാഥൻ്റെ അനുഗ്രഹം, ഇതിൻ്റെ സംഘാടകരുടെ സന്മനസ്, ഇതിൻ്റെയൊക്കെ മുമ്പിൽ നമസ്കരിച്ചുകൊണ്ട് ഭരതചരിതം, ജഡഭരതചരിതം എന്ന ഒരു ഇംഗ്ലീഷിൽ സാധാരണ ഉപയോഗിക്കുന്ന വാക്ക് മിസ്നോമർ എന്നാണ് എന്നർത്ഥം. അതായത് പേരും സത്യവുമായിട്ട് പൊരുത്തപ്പെടാത്തതിന് ഉപയോഗിക്കുന്ന വാക്കാണ് മിസ്നോമർ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ജഡഭരതചരിതം എന്ന് പറയുന്നത് ഭാഗവതത്തിൽ ഉപയോഗിച്ച ഒരു മിസ്നോമറാണ്. ഭരതചരിതം ഇത്രയും അധ്യായങ്ങളുണ്ടെങ്കിലും ഇപ്പം ആ അമ്മ പറഞ്ഞു നിർത്തിയ ആ 9ാമത്തെ അധ്യായം വരെയാണ്. ആ 9ാമത്തെ അധ്യായത്തിൽ മാത്രമാണ് ജഡഭരതചരിതം എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരുന്നത്. കാരണം ജഡത്വം സ്വാഭാവികമായിരുന്നില്ല, എന്താ പറയുക, അസ്യൂംഡ് എന്ന് പറയും ഇംഗ്ലീഷിൽ. സ്വയം സ്വീകരിക്കപ്പെട്ടതാണ്, ബോധപൂർവം സ്വീകരിക്കപ്പെട്ടതായിരുന്നു ഭരതൻ്റെ ജഡം. എന്തുകൊണ്ട്? നിർമാനമോഹ നിശസംഗദോഷ. ഭഗവത്ഗീതയിൽ ഭഗവാൻ കൂടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നതാണ്, സംഘദോഷത്തിൽ നിന്ന് മോചനം നേടണം. അപ്പം അമ്മ സൂചിപ്പിച്ചതുപോലെ സംഘം ഉണ്ടായ അപകടം തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ട്? പ്രാഗ്ജന്മന്യ അനുശിക്ഷിതം. 8ാമത്തെ അധ്യായം നമ്മൾ ഗജേന്ദ്രമോക്ഷം പറയുമ്പോൾ കേൾക്കാൻ പോകുന്ന വാക്കാണ് എന്നർത്ഥം. ലഭതേ പൗർവദേഹികം എന്ന് ഭഗവാൻ ഭഗവത്ഗീതയിൽ 8ാം അധ്യായം അഷ്ടമസ്കന്ധത്തിൽ വന്നപ്പോഴത് പ്രാഗ്ജന്മനി അനുശിക്ഷിതം. ആ വാക്കുകൾക്കൊക്കെ പ്രത്യേകതയുണ്ട് എന്നർത്ഥം. പ്രാഗ് എന്ന് പറഞ്ഞതിനും ജന്മനി എന്ന് പറഞ്ഞതിനും അനുശിക്ഷിതം എന്ന് പറഞ്ഞതിനും അതുണ്ടായിരുന്നത് കൊണ്ടാണ്, പൂർവജന്മ സംസ്കാരം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഭരതയോഗീശ്വരൻ, അങ്ങനെ തന്നെ പറയട്ടെ, തിരിച്ചറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടെന്താ, ഒന്നുമായിട്ടും ഇനി നിർമാനമൂഹ എന്നാണ്, രണ്ടുമുണ്ടേ.
കാരണം മാനത്തിൽ നിന്നാണ് ഈ മോഹം ജനിക്കുന്നത് എന്ന്. അപ്പം അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിസ്സംഗനായി ജഡത്വത്തെ അഭിനയിച്ചു എന്നർത്ഥം. അഭിനയിക്കുക എന്നുള്ള വാക്കിന് അതിൻ്റെ വലിയൊരു സൂചന തന്നെ, അഭിനയിക്കുന്ന സമയത്ത് ആ കഥാപാത്രവുമായിട്ട് പൂർണ്ണമായ താതാത്മ്യവും അതിനോട് 100% നീതി പുലർത്തുകയും, അതേസമയം സ്റ്റേജിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാലോ, അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങി 2 പേരെ അറിയാവൂ, അതുകൊണ്ടാണ് അത് പറയുന്നത്. അവർക്കൊക്കെ എത്രയോ ഭാര്യമാരും എത്രയോ ലക്ഷക്കണക്കിന് മക്കളും ഒക്കെ ഉണ്ടാകുമായിരുന്നില്ലേ? ഇതാണ് അഭിനയിക്കുന്നതും അമിതമായ താതാത്മ്യം വരുന്നത് കൊണ്ടുള്ള വ്യത്യാസം. താതാത്മ്യമില്ലാതെ ഇതൊന്നുമില്ലാതെ ഇങ്ങനെ അഭിനയിച്ചു. ദേവിയിൽ അനുഗ്രഹം കിട്ടിയത് സൂചിപ്പിച്ചു. അത് കഴിഞ്ഞുള്ള ഭാഗമാണ് ഹരി രാമ ഹരി രാമ ഹരി രാമ ഹരി രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അത് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ് നമുക്ക് ഇന്ന് ചിന്തിക്കാനുള്ളത്. കുറച്ച് നല്ല ചിന്തകൾ ഉള്ളിൽ വരാനും കുറച്ച് നല്ല വാക്കുകൾ വരാനും ഭഗവാന്റെ കാരുണ്യം, ഗുരുവനുഗ്രഹം ഉണ്ടാകട്ടെ. സർവോപരി സജ്ജനങ്ങളുടെ സത്ശ്രദ്ധയും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി വേദിയിലും സദസ്സിലുമുള്ള എല്ലാ ആചാര്യന്മാരെയും സജ്ജനങ്ങളെയും നമസ്കരിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കാം. ദേവിയുടെ അനുഗ്രഹം കിട്ടി. കാരണം എത്രയോ കഥകളിൽ നമ്മൾ കാണുന്നുണ്ട്, ദേവിയുടെ അനുഗ്രഹത്തെ തുടർന്നാണ് പല കാര്യങ്ങളും, അല്ലേ? നമ്മൾ പൂന്താനത്തിൻ്റെ കഥയിലും ഒക്കെ കേൾക്കില്ലേ, കാണില്ലേ? പൂന്താനത്തിന് തിരുമാന്താംകുന്ന് ദേവിയെ ആശ്രയിച്ച് ദേവിയുടെ അനുഗ്രഹം കൊണ്ടാണ് പൂന്താനത്തിന് ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എത്താൻ പറ്റിയത് എന്ന് സൂചിപ്പിക്കാറുണ്ട്. ഇവിടെ അതുപോലെ ദേവിയുടെ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ അനുഗ്രഹം പ്രത്യക്ഷമായിട്ട് കിട്ടിയത് രഘുഗണൻ എന്ന സാധകനാണ് എന്നർത്ഥം. നമ്മുടെ ഓർമ്മ ശരിയാണെങ്കിൽ ഭാഗവത്തിൽ ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ഏത്? രഘുഗണനെ സാധകനായിട്ട് വിശേഷിപ്പിച്ചിട്ടില്ല. പക്ഷേ കപിലാശ്രമത്തിലേക്ക് സത്സംഗത്തിന് പോകുകയായിരുന്നു എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സാധകൻ അല്ലേ വിശേഷിപ്പിക്കാം. കാരണം സാധ്യമെന്താണെന്ന് ഉറപ്പിച്ചയാളാണ് സാധകൻ. അതിന് ജീവിതത്തിലെ എല്ലാ ചേഷ്ടകളെയും ആ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിച്ച ആളാണ് സാധകൻ. അതാണ് 5 വാക്കുകൾ പറയാറുള്ളത്. സാധ്യം, സിദ്ധി, സാധന എന്നൊക്കെ ഉപയോഗിക്കുന്ന വാക്ക്, അതിൽ നിന്നാണ് സാധകൻ എന്ന് വരുന്നത്. ഉത്തമനായ സാധകന് അനുഗ്രഹം കിട്ടും. ഗോപികമാരൊറ്റ പ്രാർത്ഥനയോട് കൂടിയാണ് മണ്ണുകൊണ്ട് ദേവിയെ ഉണ്ടാക്കി വെച്ചത്, അല്ലേ? പ്രസിദ്ധമായ പ്രാർത്ഥന, കാത്യായനി മഹാമായി മഹായോഗിന്യധീശ്വരി നന്ദഗോപസുതം ദേവി പതിം മേ ഗുരു. മേ പതിം ഗുരു എന്നാണ് പറഞ്ഞത്. എത്രയോ പേര് ഒന്നിച്ച് പ്രാർത്ഥിച്ചത് ഞങ്ങൾക്ക് ഭർത്താവായിട്ട് വരട്ടെ എന്നല്ല, പിന്നെ എനിക്ക് ഭർത്താവായിട്ട്. അവിടെ എനിക്കെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ അനുഭവം ഓരോരുത്തർക്കും ഓരോ ജീവനും ഉണ്ടാകേണ്ടതാണ്. ഇവിടെയുള്ള എല്ലാവർക്കും കൂടെ അങ്ങനെയല്ല. ഓരോ ജീവനും ഈ സത്യസാക്ഷാത്കാരത്തിന് ജാതിയുടെയോ മതത്തിൻ്റെയോ പ്രായത്തിൻ്റെയോ ലിംഗത്തിൻ്റെയോ കാലത്തിൻ്റെയോ ഒരു അപേക്ഷയും ഇല്ലാതെ എല്ലാവർക്കും അർഹതയുണ്ട് എന്നർത്ഥം. അപ്പം എല്ലാ ജീവനും ഈ ജന്മം സഫലമാകുന്നത് ഈ സാക്ഷാത്കാരത്തോട് കൂടിയാണ്. അതിനെന്ത് വേണം? ഒരു ഗുരുവിൻ്റെ അനുഗ്രഹം. ഗുരുവിൻ്റെ ഇന്ന് രാവിലെ സത്രം അവിടെയായിരുന്നു, തത്വസമീക്ഷാ സത്രത്തിൽ മഹാബലിചരിതം, അല്ലേ? അവിടുത്തെ സംപൂജ്യനായ സ്വാമിജി വിഷയം കൊടുത്തിരുന്ന മഹാബലിചരിതം വാമനാവതാരം എന്നൊന്നുമല്ല, പിന്നെ വിരാട് രൂപിയുടെ മുമ്പിൽ ദൈത്യരാജൻ്റെ പതനം, ദൈത്യരാജൻ്റെ ഗർവിൻ്റെ പതനം എന്നായിരുന്നു. രസമായ വാക്കാണെന്ന് ആലോചിച്ചു. അവിടെയും ഗുരുവിൻ്റെ മഹിമ
എടുത്ത് സൂചിപ്പിക്കുന്നു. ശ്രീമദ് ഭാഗവത്തിൽ എത്രയോ കഥകളിൽ, അധ്യാത്മരാമായണം എത്രയോ കഥകളിൽ സത്സംഗത്തിൻ്റെയും ഗുരുവിൻ്റെയും മാഹാത്മ്യം എഴുത്തച്ഛനത്തിൽ സ്പഷ്ടമായിട്ട് പറഞ്ഞു. സത്സംഗ കൊണ്ട് മാത്രമേ ഇതൊക്കെ സാധിക്കൂ. സത്സംഗമം ജന്മസാഫല്യമോർക്ക് നീ. അത്രി അനസൂയ ദമ്പതികൾ ദേവിയെ അനുഗ്രഹിക്കുന്നിടത്തും പറഞ്ഞു സത്സംഗം. വിവേക ചൂടാമണിയിൽ ആചാര്യ ഭഗവത്പാദർ ഭാഷ്യകാരൻ സൂചിപ്പിക്കുന്നു, ദുർലഭം ത്രയമേ വൈദത് ദൈവാനുഗ്രഹ ഹേതുകം മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷ സംശ്രയ. ഈ മൂന്ന് കാര്യം വലിയ ദൈവാനുഗ്രഹം കൊണ്ട് കിട്ടുന്നത്. ദൈവം എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന അർത്ഥമല്ല എന്നറിയാം. ഓരോ വാക്കിന് അതാത് സന്ദർഭങ്ങളിൽ അർത്ഥം മാറി മാറി വരും എന്നറിയാം. അതുകൊണ്ടാണ് നമ്മുടെ പൂജ്യ ഗുരുദേവൻ പറയുമായിരുന്നു, ഡിക്ഷണറി എടുത്തു വെച്ച് പഠിക്കേണ്ടതല്ല ശാസ്ത്രം. കാരണം ഇതിലുപയോഗിച്ചിരിക്കുന്ന വാക്കിന് ഓരോ സ്ഥലത്ത് ഓരോ അർത്ഥമാണ്. അത് അനുഭവസ്ഥനായ ശാസ്ത്രം, ഒരു ഗുരുവിൽ നിന്ന് ശാസ്ത്രം പഠിച്ച ഒരാളിന് മാത്രമേ വിശദീകരിക്കും. അതുകൊണ്ടാണ് സ്ട്രെയിറ്റ് ഫ്രം ദി ഹോഴ്സസ് മൗത്ത്, ഗുരുവിൽ നിന്ന് നേരിട്ട് പഠിക്കണം എന്ന് സൂചിപ്പിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇവിടെ ദൈവം എന്നുള്ളതിന് നമ്മുടെ പ്രാരബ്ധം, ദൈവജ്ഞൻ എന്ന് പറയുന്നിടത്ത് അത് തന്നെയാണ് അർത്ഥം. ദൈവവും നമുക്ക് പ്രതികൂലമായി എന്നൊരാൾ വിലപിക്കുന്ന കാണാം ഇനിയും ദശമസ്കന്ധത്തിൻ്റെ തുടക്കത്തിൽ. അല്ല, അത് ഗോപികമാരാണ് പറഞ്ഞത്. കംസൻ പറഞ്ഞ അങ്ങനെയല്ല, ദൈവം അനൃതം ഭക്തി, ദൈവം കള്ളം പറയാൻ തുടങ്ങിയിരിക്കുന്നത്. ഇവിടെയൊക്കെ ഓരോ കോണ്ടെക്സ്റ്റ് അർത്ഥം മാറി മാറി വരും എന്നർത്ഥം. അപ്പം സൂചിപ്പിക്കുന്നത് ജന്മസാക്ഷാത്കാരത്തിന് ഗുരുവിൻ്റെ അനുഗ്രഹം കൂടി. ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാനുണ്ട് അല്ലേ. ഭഗവാൻ കുചേലനുമായിട്ട് സംവദിച്ചപ്പോൾ തന്നെ പറഞ്ഞത് എന്താണ്? ഗുരുവരനുഗ്രഹേണ ഏവ. ആ ഏവ എന്നുള്ള വാക്കാണ് ശരിക്ക് അണ്ടർലൈൻ ചെയ്യേണ്ടത് ചുവന്ന ഭാഷകളുണ്ട് അല്ലേ. ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് പുമാൻ പൂർണ്ണ പ്രശാന്തി. ഒരാൾക്ക് പെർഫെക്ഷനിലേക്ക്, പരമമായ ശാന്തിയിലേക്ക്, മോക്ഷത്തിലേക്ക് എത്താൻ ഗുരുവിൻ്റെ അനുഗ്രഹം കൂടിയേ കഴിയൂ. അപ്പോൾ നേരത്തെ പറഞ്ഞ മനുഷ്യത്വം മുമുക്ഷുത്വം മഹാപുരുഷം. മനുഷ്യജന്മം കിട്ടുന്നതല്ലേ, കോടാനുകോടി ജന്മങ്ങൾ. ജ്ഞാനപ്പാനെയൊക്കെ പരിചയമുള്ളത് നമുക്കൊക്കെ അറിയാം. എത്ര ജന്മം ഇങ്ങനെ കഴിഞ്ഞു, അങ്ങനെ കഴിഞ്ഞു, ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പുണ്യപാപങ്ങൾ ഏതാണ്ട് സമനിലയിൽ എത്തുമ്പോഴാണ് ഒരു മനുഷ്യജന്മം കിട്ടുക. അതും വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ഒരു മനുഷ്യജന്മം കിട്ടുക എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ ഒരു ഭാഗ്യം. എന്നാൽ അതുകൊണ്ടായില്ല. പിന്നെ മനുഷ്യജന്മത്തിൻ്റെ പൂർണ്ണത അഥവാ ശരിയായ പ്രയോജനം കിട്ടണമെങ്കിൽ അടുത്തത് വേണം. എന്ത്? മുമുക്ഷുത്വം. തത്വബോധത്തിൽ ആചാര്യസ്വാമികൾ അതിന് കൊടുക്കുന്ന നിർവചനം മോക്ഷം മേ ഭൂയാത് ഇതി ഇച്ഛ. എനിക്ക് മോക്ഷം ഭവിക്കണം എന്ന ദൃഢനിശ്ചയത്തെയാണ് മുമുക്ഷുത്വം എന്ന് പറയുന്നത്. ഇനി ഗുരുദേവൻ്റെ കമൻട്രിയിൽ സൂചിപ്പിക്കും, ഇറ്റ് ഈസ് നോട്ട് വൺ എമംഗ് ദ മെനി ഡിസയേഴ്സ് ബട്ട് വൺ ആൻഡ് ദ ഒൺലി ഡിസയേഴ്സ്. പല ആഗ്രഹങ്ങളിലൊന്നല്ല അല്ലേ. നമ്മൾ പറയില്ലേ അംഗവും കാണാം, അങ്ങനെയല്ല എന്നർത്ഥം. ഏക ലക്ഷ്യം ഇതാണെന്ന് ഉറപ്പിക്കുമ്പോഴാണ് മുമുക്ഷുത്വം. അതുകൊണ്ടും ആയില്ല. പിന്നെ മഹാപുരുഷ സംശ്രയ, ഒരു മഹാത്മാവിൻ്റെ അനുഗ്രഹത്തോടു കൂടി മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുള്ള, അല്ലെങ്കിൽ ഇതുപോലുള്ള പ്രകരണ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുടെ ഡെമോൺസ്ട്രേഷനാണ് ശ്രീമദ് ഭാഗവത്. അതാണ് പലപ്പോഴും ശ്രീമദ് ഭഗവത്ഗീതയും ഭാഗവതവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ നമുക്ക് അനുഭവം അതാണ് എന്നർത്ഥം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന തത്വങ്ങളെ ജീവിച്ച് കാണിക്കുന്ന, എങ്ങനെ വേണമെന്നും എങ്ങനെ അരുതെന്നും രണ്ടും ശ്രദ്ധിക്കണമെന്നർത്ഥം അല്ലേ, കാണിച്ചിരുന്ന ഡെമോൺസ്ട്രേഷനാണ് ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ കാണുക എന്നർത്ഥം. ഇനി ഒരുപാട് ഭഗവത്ഗീതയിൽ നിന്നൊക്കെ നമുക്ക് ഉദ്ധരിക്കാനുണ്ട് എന്നർത്ഥം. എങ്ങനെയാണ് മഹാത്മാക്കളിൽ നിന്ന് ജ്ഞാനം നേടേണ്ടത്? തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ. 3-4 കൂട്ടങ്ങളാണ് പറഞ്ഞത്. ഉപദേക്ഷ്യന്തിതേ ജ്ഞാനം, അവർ നിനക്ക് ജ്ഞാനത്തെ ഉപദേശിച്ചു തരും. ആരയില്ല അവർ? ജ്ഞാനിന തത്വദർശിന. തത്വദർശികളായ ജ്ഞാനികൾ. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? പവിത്രമായ ജ്ഞാനം നേടണമെങ്കിൽ മഹാത്മാക്കളിൽ നിന്ന് മാത്രമേ
സാധിക്കും. ജ്ഞാനത്തിൻ്റെ മഹിമയൊക്കെ ഒരുപാട് വിശദീകരിക്കുന്നുണ്ട് എന്നർത്ഥം. ഏകാദശത്തിൽ വരുമ്പോഴും നമ്മൾ കാണും, ശ്രീമദ് ഭഗവത്ഗീതയിലും കാണുന്നതായിരുന്നു. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നമ്മുടെ പരമഗുരുവായ തപോവൻജി മഹാരാജ് പറയും, മോക്ഷഹർമ്മ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഒറ്റ വാതിലേ ഉള്ളൂ എന്ന്. അല്ലേ, പെരുന്തട്ട ഇതിലേ വരാൻ, ഇപ്പം ഞങ്ങൾ അവിടെ വേണ്ടി ഇതിലേ വന്നു, ഇതിലേ വരാം, പക്ഷേ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാൻ ഒറ്റ വാതിൽ. അതുപോലെ മോക്ഷഹർമ്മ്യത്തിലേക്ക് പ്രവേശിക്കാൻ ജ്ഞാനമാകുന്ന ഒരേ ഒരു വാതിൽ. അതെന്തുകൊണ്ടാണെന്നുള്ള ജ്ഞാനത്തിൻ്റെ മഹിമയൊക്കെ ഭഗവാൻ ഭഗവത്ഗീതയിൽ 4-ാം അധ്യായത്തിൽ ഉറപ്പിച്ച് പറഞ്ഞു. സർവം കർമാഖിലം പാർത്ഥ ജ്ഞാനേ പരിസമാപ്യതേ ദൈധാംസി ജഗത്. അർജുനോട് ഉപദേശിച്ചു, കത്തിക്കാളുന്ന അഗ്നിയിലേക്ക് ഇട്ടുകൊടുക്കുന്ന വിറകൊക്കെ ക്ഷണം ക്ഷണം നശിക്കുന്നത്, ഇല്ലാതാകുന്ന എങ്ങനെയോ അതുപോലെ ജ്ഞാനാഗ്നി സർവകർമാണം ഭസ്മസാത് കുരുതേ തഥാ. അപ്പം ജ്ഞാനം നേടലാണ് മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ട അത്യപൂർവമായ പരമമായ ലക്ഷ്യം. അത് മഹാത്മാക്കളുമായിട്ടുള്ള സംഘത്തിൽ നിന്ന് മാത്രമേ കിട്ടുകയുള്ളൂ. അതിന് നേരത്തെ പറഞ്ഞ ഘടകങ്ങളൊക്കെ ചിന്തിക്കാം. അതിൻ്റെ നേരത്തെ പറഞ്ഞ ഒരു എന്താ പറയുക ആവിഷ്കാരം, മാനിഫെസ്റ്റേഷൻ തന്നെയാണ് ഈ ഭാഗത്തിൽ നമ്മൾ കാണുന്നത്. അപ്പം ഈ കഥാഭാഗത്തിൽ നിന്ന് അഥവാ ഈ ഉപദേശത്തിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട പാഠം അതാണ് എന്നറിയിച്ചു. കൈവർത്തക കേശവ എന്നൊക്കെ പറഞ്ഞു ഗീതാധ്യാനത്തിലൊക്കെ സൂചിപ്പിച്ചു. എന്തുകൊണ്ടാണ് ഈ മഹാരണ നദിയെ അവർക്ക് കടക്കാൻ കഴിഞ്ഞത്? അവരുടെ മണി പവർ മസിൽ പവർ കൊണ്ടൊന്നുമല്ല, പിന്നെ കൈവർത്തക, കൈപിടിച്ചങ്ങോട്ട് നടത്താൻ ഒരാൾ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അങ്ങനെ ഒരു ഗുരുനാഥന് മാത്രമേ നമ്മെ അനുഗ്രഹിക്കാൻ സാധിക്കൂ. ഈ സന്ദേശം നമുക്ക് ജീവിതത്തിൽ നന്നായിട്ട് ഉൾക്കൊള്ളാൻ കഴിയട്ടെ. പുരാണങ്ങളൊക്കെ പഠിക്കുമ്പോൾ 2-3 കാര്യങ്ങളാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടതെന്നർത്ഥം. ഒന്ന്, കഥാഭാഗങ്ങളിൽ നിന്ന് പഠിക്കേണ്ട സന്ദേശം. നമുക്ക് ഏറ്റവും ഹൃദ്യമായിട്ടും പ്രധാനമായിട്ടും തോന്നിയിരിക്കുന്ന അതാണ് എന്നർത്ഥം. ഓരോ കഥാഭാഗങ്ങളിൽ പുരാണങ്ങളൊന്നും വെറുതെ ഈ മറ്റ് കഥ എഴുത്തുകാരുടെ പോലെ എഴുതിയിരിക്കുന്ന കഥയൊന്നുമല്ല എന്നർത്ഥം. ഋഷിപ്രോക്തമാണ് ഇതെല്ലാം. അത് ഒരു വാക്ക് പോലും വെറുതെ ആവില്ല, വെറുതെ അല്ല. വെറുതെ ആണെന്ന് നമുക്ക് തോന്നുന്നെങ്കിൽ നമ്മുടെ വിവരക്കേടാണ്. അപ്പം ഭാഗവത ആചാര്യന്മാരുടെ മുഖ്യധർമ്മം അതാത് ഭാഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സന്ദേശത്തെ ഐസൊലേറ്റ് ചെയ്താണെന്ന് വെച്ചാൽ വേർതിരിച്ചെടുത്ത് സാമാന്യ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അപ്പോഴാണ് ശരിക്കൊരു ആചാര്യൻ്റെ ദൗത്യം പൂർണ്ണമാകുന്നത്. രണ്ടാമത്തേത് സ്തുതികൾ വായിക്കുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ആ കഥാപാത്രവുമായിട്ട് നമുക്ക് താതാത്മ്യം പ്രാപിക്കാൻ കഴിയണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കത് പ്രയോജനപ്പെടണമെങ്കിൽ അതുകൊണ്ടാണ് ആദ്യം തന്നെ അങ്ങോട്ട് തുടക്കത്തിൽ തന്നെ 2 ഗംഭീരൻ സ്തുതിയോടുകൂടി ആരംഭിച്ചത്. 8-ാം അധ്യായത്തിൽ 1-ാമത്തെ സ്കന്ധം 8-ാമത്തെ അധ്യായത്തിൽ കുന്തിസ്തുതിയും 9 ഭീഷ്മസ്തുതിയും. അപ്പോൾ നമുക്ക് ആ കഥാപാത്രവുമായിട്ട് എത്രമാത്രം താതാത്മ്യം പ്രാപിക്കാൻ കഴിയുന്നുവോ, അപ്പോൾ പിന്നെ കുന്തിയല്ല ഭഗവാനെ സ്തുതിക്കുന്നത്, ഭീഷ്മരല്ല സ്തുതിക്കുന്നത്, പിന്നെ ആര്? എത്ര ഒരു ആലോചിച്ച് നോക്കൂ. മൂന്നാമത് പറയാൻ ഉദ്ദേശം ഇതാണ്, ഉപദേശരംഗങ്ങൾ ധാരാളം കാണും നമുക്ക്. ഇത്രയും കാവിലം മുതൽ ഇങ്ങോട്ട് നമ്മൾ അതിനകത്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണും. പക്ഷേ ശ്രദ്ധേയങ്ങളായ പല ഭാഗങ്ങളിൽ എന്താണ് അല്ലേ. അപ്പോൾ ഉപദേശം വായിക്കുമ്പോൾ എങ്ങനെ വേണം? വെറുതെ ബബ്ബ എന്ന് വായിച്ച് പോരാന്നർത്ഥം. പിന്നെ എൻ്റെ ഗുരുനാഥൻ ആരുടെ മുമ്പിൽ വന്ന്? നിങ്ങളുടെ മുമ്പിലല്ല, പിന്നെ എൻ്റെ മുമ്പിൽ വന്ന് നിന്ന് എന്നോട് അഥവാ എനിക്ക് തരുന്ന ഉപദേശം. ഈ ഭാവത്തിൽ അതിനെ സ്വീകരിക്കാൻ കഴിയുമോ? രക്ഷപ്പെട്ടു. അല്ലെങ്കിലോ തമാശന് പറയും,
പുസ്തകം അച്ചടിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും. പൈസ കൊടുത്ത് വാങ്ങിക്കുമ്പോഴേ നമുക്ക് പ്രയോജനപ്പെടണമെങ്കിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പുരാണങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാനുണ്ട്. അപ്പോൾ ഭരതരഘുഗുണ സംവാദത്തിൽ നമുക്ക് എന്ത് വയ്ക്കാം? നമുക്ക് ആ രഘുഗുണനുമായിട്ട് താതാത്മ്യം പ്രാപിച്ച്, അപ്പോൾ അതിന് വേണം എൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷനൊക്കെ നേരത്തെ സൂചിപ്പിച്ചു. ഒരു സാധക ഭാവം, സാധകൻ്റെ പ്രധാനം നേരത്തെ സൂചിപ്പിച്ചു. ലക്ഷ്യബോധം ഉറയ്ക്കണം. എന്താണ് മനുഷ്യജന്മം കൊണ്ട് സാധിക്കേണ്ട പരമമായ അണ്ടർലൈൻ, പരമമായ ലക്ഷ്യമെന്ത്? അങ്ങനെ അദ്ദേഹം കപിലാശ്രമത്തിലേക്ക് സത്സംഗത്തിന് പോകാൻ വേണ്ടിയിട്ട് പല്ലക്കിൽ എഴുന്നള്ളുന്ന വഴിയാണ് ഒരു ശിബികാവാഹകൻ്റെ കുറവുണ്ടായിരുന്നു. നമ്മുടെ ഭാഷയിൽ പറയുമ്പോൾ നമ്മൾ പറയും ഒരു വേക്കൻസി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരാളെ വേണമല്ലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നോക്കിയപ്പോഴാണ് ഇതായിരിക്കുന്നു നല്ലൊരു, നമ്മുടെ ഭാഷയാണേ ഭാഗവതത്തിലില്ലാത്ത നല്ലൊരു തടിമാടൻ ഇതായിരിക്കുന്നു, പറ്റിയ ആൾ. ഇതുപോലെ പറ്റിയ ആളെന്ന് പറഞ്ഞില്ലേ വിളിച്ചോണ്ട് പോയത് മുമ്പേ അമ്മ സൂചിപ്പിച്ചില്ലേ പരസ്യചരിതത്തിൽ അല്ലേ? മറ്റേ ആൾ രക്ഷപ്പെട്ടു പോയപ്പോൾ ഒരു സ്യൂട്ടബിൾ സബ്സ്റ്റിറ്റ്യൂട്ട്, നമ്മൾ ഗവൺമെൻറ് ഇതിൽ ഉപയോഗിക്കുന്ന ഫ്രൈസാണ്. ഒരു സ്യൂട്ടബിൾ സബ്സ്റ്റിറ്റ്യൂട്ടിനെ കിട്ടി പിടിച്ചോണ്ട്. അതിൻ്റെയൊക്കെ കണ്ടു കോലാഹലം നമ്മൾ കണ്ടുപോകുന്നത്. ഇവിടെ അതുപോലെ അല്ല, അദ്ദേഹത്തിന് യാതൊരു കുലുക്കം ഉണ്ടായത്. കാരണം ഇത് നേരത്തെ തുടങ്ങി ഈ ട്രെയിനിങ് എന്നർത്ഥം, പെട്ടെന്ന് കിട്ടിയതല്ല എന്നർത്ഥം. കാരണം തൻ്റെ സഹോദരന്മാരുടെ മുമ്പിൽ ജഡനായിട്ട് അഭിനയിച്ച് അദ്ദേഹത്തിന് നല്ല ഒരു വന്നിരുന്നു എന്നർത്ഥം. അതുകൊണ്ട് ഇവിടെ ഒരു കുഴപ്പവും വന്നില്ല. എന്തുകൊണ്ട്? ഇതൊക്കെ ശരീരത്തിൻ്റെ കാര്യങ്ങളല്ലേ. ഞാനീ ശരീരമല്ല, മനസ്സല്ല, ബുദ്ധിയല്ല, ജഡങ്ങളായ ശരീരമനോബുദ്ധ്യാദികൾ ഏതൊരു ചൈതന്യത്തിൻ്റെ സാന്നിധ്യത്തിലാണോ സക്രിയങ്ങളാകുന്നത്, സജീവങ്ങളാകുന്നത്, ആ ചൈതന്യമാണ് എൻ്റെ സ്വരൂപം. ദാറ്റ് ഈസ് മൈ റിയൽ നേച്ചർ. അതിലിങ്ങനെ പുതിയ ഗുരുദേവൻ ഉപയോഗിക്കുന്ന വാക്ക് റെവലിംഗ് ഇൻ ദാറ്റ് ഹാപ്പിനെസ് എന്നാണ്, ദാറ്റ് ബ്ലിസ് അല്ലേ? ആ ഒരു പരമമായ ആനന്ദത്തിൽ ഇങ്ങനെ രമിച്ചു കൊണ്ടിരിക്കുന്ന ആളിനെ ഇതെന്ത് ബാധിക്കുക? ഓക്കെ. പക്ഷെ ഇങ്ങനെ നടക്കുമ്പോഴൊക്കെ ഇങ്ങനെ നോക്കി നടക്കുന്നത്, അല്ല ഇച്ഛയുണ്ട് ഇങ്ങനെ. അപ്പം ഇങ്ങോട്ട് ഈ ഗട്ടറിൽ വീണാലത്തെ അനുഭവം നമുക്കറിയരുത്. വില കൂടിയ കാറിലൊക്കെ ആണെങ്കിൽ പോലും കുട്ടു. അപ്പോൾ അദ്ദേഹത്തിന് അസ്വസ്ഥത അല്ലേ അവിടെ ഇരിക്കുന്നയാൾ. അപ്പോൾ ഇടയ്ക്ക് കട്ടനൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ചോദിച്ചു, ഇതെന്താ ഇതിങ്ങനെ? അപ്പം മറ്റുള്ളവർ പറഞ്ഞു, അയ്യോ ഞങ്ങളുടെ കുഴപ്പമല്ല തമ്പുരാനെ, ന്യൂ റിക്രൂട്ട് അയാളാണ് ഇതിന് മുഴുവൻ. ഓഹോ. അപ്പോൾ ശരിക്ക് പരിഹാസത്തിൻ്റെ സ്വരത്തിൽ സംസാരിക്കാൻ തുടങ്ങിയത് അല്ലേ? ഈ പലപ്പോഴും ചില തമാശന് പറയും, രണ്ട് അടി തന്നാലും വേണ്ടില്ലായിരുന്നു, ഇതിങ്ങനെ വേണ്ടി അല്ലേ? പരിഹാസം പലപ്പോഴും നമ്മെ ഒരുപാട് ദുഃഖിപ്പിക്കുന്നതാണ്. അതുകൊണ്ട് പരിഹസിച്ചുകൊണ്ടാണ് ആദ്യം സംസാരിച്ചത്. പക്ഷെ അദ്ദേഹത്തിന് ഇതൊന്നും ഒരു ശ്രദ്ധയുണ്ടായിരുന്നില്ല. അപ്പോൾ രാജാവെന്നുള്ള അഭിമാനത്തോടു കൂടി അപ്പോൾ തന്നെ അവഗണിക്കുന്നു എന്ന തോന്നലോടുകൂടി പഴയ പാട്ട് പറയില്ലേ, ശീലക്കേടിങ്ങനെ അതുപോലെ തന്നെ മാം കദർത്ഥീകൃത്യ. ശ്രീമദ് ഭാഗവതത്തിൽ 2, 3, 4 സ്ഥലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണ് മാം കദർത്ഥീകൃത്യ, എന്നെ ധിക്കരിച്ചിട്ട്. അതാണ് ദേഷ്യം വന്നിട്ട് പറഞ്ഞു, കിമിതമരേത്വം ജീവൻ മൃദു മാം കദർത്ഥീകൃത്യ ഭർത്തൃശാസനം അതിചരസി പ്രമത്തസ്യ ചതേകരോമി ചികിത്സാം ദണ്ഡപാണി ഇവ. ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ് എനിക്കറിയാം, ഇനി അത് തന്നെ പ്രയോഗിക്കേണ്ടതായിട്ടിരിക്കുന്നു. യമധർമ്മൻ എങ്ങനെയാണോ തൻ്റെ യമദണ്ഡുകൊണ്ട് ജനങ്ങളെ ശിക്ഷിക്കുന്നത്, അതുപോലെ ഞാനും ഇത് ചെയ്തോളാം എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴാണ് ഇദ്ദേഹം ആദ്യമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയത്. നമ്മൾ തമാശന് ചിന്തിക്കാറുണ്ട്, സംസാരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വായ തുറന്നു. അതിനു മുമ്പ് മറ്റേ പശുക്കൾക്കൊക്കെ കൊടുക്കുന്ന പിണ്ണാക്കൊക്കെ കഴിക്കാനൊക്കെ ആയിരുന്നു വായ ഉപയോഗിച്ചിരുന്നത്. ഇപ്പോഴോ ആദ്യമായിട്ട്
അതായത് 10ാമത്തെ അധ്യായത്തിലെ 10ാമത്തെ ശ്ലോകമാണ് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ വാക്ക്. ത്വയോദിതം വ്യക്തമവിപ്രലബ്ധം ഭർതൃസമേ സ്യാദ് യദി വീരഭാരഃ ഗന്ധുർയദി സ്യാദധിഗമ്യമധ്വാ പീവേതിരാശൗ നബിദാം പ്രവാദഃ. ആത്മസ്വരൂപത്തെ അറിഞ്ഞവർക്ക് ഈ ശരീരത്തിൻ്റെ തലത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നതിലൊന്നും കാര്യമില്ല എന്നർത്ഥം. എന്നെ ഇതൊന്നും ബാധിക്കില്ല. സ്ഥൗല്യം, കാർഷ്യം, ഇതൊക്കെയോ പൊക്കം കുറഞ്ഞവനാണ്, നീളം കൂടിയവനാണ്, വണ്ണമുള്ളവനാണ്, കുടവയറുള്ളവൻ, ഇതൊക്കെ ലക്ഷണം പറയും. ഇതൊക്കെ ആയത് ഈ ശരീരത്തിൻ്റെ പാർത്ഥിവ എന്ന പ്രയോഗമുണ്ട്. ഇതൊക്കെ ഈ ഭൂമിയുടെ മാറ്റം കൊണ്ട് സംഭവിക്കുന്നത് മാത്രമാണ്. അതുകൊണ്ട് എന്നെ ഇതൊന്നും ബാധിക്കില്ല. അതുകൊണ്ട് ദേഹാഭിമാനമുള്ളവർ, ശ്രദ്ധിക്കണേ, ദേഹാഭിമാനമുള്ളവർക്കാണ്. രാവിലെ അവിടെ നിന്ന് പറഞ്ഞ ഒരേ വാക്കുകൾ ഓർമ്മ വരുന്നു എന്നാണ്. ദേഹാഭിമാനജ ദുഃഖവും പോക്കിനാൻ. അധ്യാത്മരാമായണത്തിൽ എഴുത്തച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കുന്നു. ദോഷങ്ങളൊക്കവേ ദേഹാഭിമാനിനാം രോഷേണ വന്നു ഭവിക്കുന്നതോർക്ക നീ. ആർക്കാ വരുന്നത്? ദേഹാഭിമാനിനാം. ശ്രദ്ധിക്കൂ, ഈ ശരീരമാണ് ഞാൻ എന്ന് അഭിമാനിച്ചുകൊണ്ടാണ് നമ്മൾ. അപ്പം ഇതിനൊക്കെ ആരെ പുറകോട്ട് ആലോചിച്ചാൽ നല്ല രസമാണ്. കഴിഞ്ഞ ദിവസം സംപൂജ്യനായ അശേഷാനന്ദ സ്വാമിജി ഞായറാഴ്ചത്തെ ഈ സമയത്തുള്ള പ്രഭാഷണം അല്ലേ, സ്വാമിജി ബ്രഹ്മദേവൻ്റെ സൃഷ്ടിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്വാമിജി എടുത്ത് സൂചിപ്പിച്ചു, ബ്രഹ്മദേവൻ ആദ്യം സൃഷ്ടിച്ചത് അജ്ഞാനമാണ് അല്ലേ. ആദ്യമായിട്ട് കേൾക്കുന്നവരൊക്കെ ഞെട്ടിപ്പോവും. അജ്ഞാനമാണോ ആദ്യത്തെ? എന്തുകൊണ്ട്? അജ്ഞാനമുണ്ടെങ്കിലേ അഹംഭാവവും ഈ സംസാരവും ഒക്കെ നിലനിൽക്കുന്നുള്ളൂ. അപ്പം എന്താ അജ്ഞാനം? ഒറ്റ വാക്കിൽ ആചാര്യന്മാർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, സ്വരൂപ അജ്ഞാനം. വാട്ട് ഈസ് മൈ റിയൽ നേച്ചർ? ശരിക്കും ഞാൻ ആരാണ്? ഇതാണിവിടെ വിഷയം. ഞാനല്ലാത്ത ഞാനിനെയാണ് ഞാനിപ്പോൾ ഞാൻ എന്ന് വിവക്ഷിക്കുന്നത്. അപ്പോൾ അതിനെന്താ മരുന്ന്? ഒറ്റമൂലി. എന്താണ്? ശരിയായ ഞാനെ അറിയൂ. ഇതാണ് സനാതനധർമ്മത്തിൻ്റെ, വേദത്തിൻ്റെ, ഉപനിഷത്തിൻ്റെ, ജ്ഞാനകാണ്ഡത്തിൻ്റെ, ബ്രഹ്മസംഹിതമായ എല്ലാ പുരാണങ്ങളുടെയും ലക്ഷ്യം. എന്താണ് നിങ്ങളുടെ സ്വരൂപം എന്ന് നമ്മെ ബോധിപ്പിക്കുക. അതുകൊണ്ടാണ് ഇതം ഭാഗവതം നാമ പുരാണം ബ്രഹ്മസംഹിതം അരക്കിട്ട് ഉറപ്പിച്ചു പറഞ്ഞു. അവിടെ ബ്രഹ്മശബ്ദത്തിന് നേരത്തെ പറഞ്ഞ പോലെയാണ്. അവിടെ ബ്രഹ്മശബ്ദത്തിന് വേറെ അർത്ഥമൊന്നുമല്ല, പിന്നെ വേദം എന്ന് തന്നെ. വേദത്താൽ അംഗീകരിക്കപ്പെട്ടത്, വേദതുല്യമായത് എന്നാണ് അവിടെ സൂചിപ്പിക്കുക. അപ്പോൾ ഇതിൻ്റെ ശ്രീമദ് ഭാഗവതം ഉൾപ്പെടെയുള്ള എല്ലാ പുരാണങ്ങളുടെയും ലക്ഷ്യം ഇതാണ്. അതിനെന്താ വഴി? തെറ്റായ ജ്ഞാനമാണ് ഇതിലേക്ക് നയിക്കുന്നതെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, ശരിയായ ജ്ഞാനം നേടണം. അല്ലാതുള്ളതൊക്കെ കുറുക്കു വഴികൾ മാത്രമാണ്. ഇരുട്ടുകൊണ്ട് ഓട്ടയടക്കുക എന്നൊരു പ്രയോഗമുണ്ട്, അതുപോലെയുള്ളൂ. മറിഞ്ഞതുപോലെ തോന്നും, പക്ഷേ പ്രയോജനമില്ല. അതാണിവിടെ. ഉന്മത്തമത്ത ജഡവത്സം സ്വസംസ്ഥാംഗതസ്യ മേ വീരചികിത്സിതേന അർദ്ധക്രിയാൻ ഭവതാ ശിക്ഷിതേന സ്തബ്ധപ്രമത്തസ്യ ച പിഷ്ടപേഷഃ. സംവാദമാണ് ഇവിടെ എന്നർത്ഥം. കമ്മ്യൂണിക്കേഷന് പല മാർഗങ്ങളുണ്ട് അല്ലേ. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയുക, അതിനെ ജൽപ്പം എന്ന് പറയും. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നതിന് വാദം എന്ന് പറയും. പക്ഷെ ഇവിടെ വാദമല്ല, പിന്നെ സംവാദമാണ്. ആത്മബോധത്തെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ആത്മബോധം അമൃതോപമം പകർന്നാർത്തരെ കരുണയോടുണർത്തിടാൻ ബ്രഹ്മസത്തയിൽ അലിഞ്ഞു ചേർന്നതായി തന്നെ വാണ ഗുരുദേവനെ തൊഴാം. അങ്ങനെ ആ ബ്രഹ്മസത്തയിൽ അലിഞ്ഞിരിക്കുന്ന മഹാത്മാക്കൾക്ക് മാത്രമേ ആത്മബോധം അമൃതോപമം പകർന്നു കൊടുക്കാൻ സാധിക്കും. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത് എന്നർത്ഥം. ഇത് കേട്ട് കഴിഞ്ഞതോടുകൂടി
സത്സംഗ സംസ്കാരം, ആധ്യാത്മിക സംസ്കാരം ഉള്ള രഘുഗണന് ഒരു സംശയവുമെന്നില്ല. പെട്ടെന്ന് ചാടിയിറങ്ങി പല്ലക്ക് നിർത്തിയിട്ടാണോ ഇറങ്ങിയത് എന്ന് പോലും സംശയിക്കണം. അക്രൂരൻ രാമകൃഷ്ണന്മാരെ വിളിക്കാൻ പോയപ്പോൾ സന്ധ്യാസമയത്താണ് ചെന്നത്. അപ്പോൾ ആ മണ്ണിലൊക്കെ കാലടികൾ കണ്ടപ്പോൾ രഥം നിർത്തുമെന്ന് പറയാനുള്ള ക്ഷമയുണ്ടായില്ല. അതിനു മുമ്പേ എടുത്ത് ചാടി അവിടെ കിടന്ന് വരുന്നുണ്ടെന്ന് പറയാം. അതുപോലെ ഇവിടെ പറഞ്ഞിട്ടില്ല, പക്ഷേ നമുക്ക് സംശയം തോന്നും. വാഹനത്തിൽ നിന്ന് ചാടി ഇറങ്ങി നേരെ പാദമൂലത്തിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. ശ്രദ്ധിക്കൂ അല്ലേ? ജ്ഞാനം എങ്ങനെ നേടണമെന്ന് മുമ്പേ പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം തദ്വിധി പ്രണിപാതേന. ആദ്യം വേണ്ടത് ഒരു സാഷ്ടാംഗ നമസ്കാരം. അതിവിടെ പരിപ്രശ്നേന. രണ്ടാമതോ ശരിയായ യുക്തമായ ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയണം. മൂന്നാമതാണ് സേവയാ. സേവ എന്നുള്ളതിന് രണ്ടർത്ഥം സൂചിപ്പിക്കും. മറ്റ് സേവനങ്ങൾ അത് മാത്രമല്ല എന്ന് അതിരിക്കട്ടെ. ശ്രോതും ഇച്ഛ, അതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ശുശ്രൂഷയ്ക്കുള്ള നിർവചനം ജ്ഞാതും ഇച്ഛ ജിജ്ഞാസയാണ്, ശ്രോതും ഇച്ഛയാണ്. അതാണിവിടെ സാധിക്കുന്നത്. എന്താ സൂചന? അഹങ്കാരം ശമിച്ചെങ്കിലേ ആത്മജ്ഞാനം. നേരത്തെ പറഞ്ഞ വിവേക് ചൂടാമണിയിൽ ആചാര്യൻ വളരെ തന്മയത്വമായിട്ട് സൂചിപ്പിക്കും. ആത്മബോധമാകുന്ന നിധിയുടെ കാവൽക്കാരനായിട്ട് 5 തലയുള്ള ഒരു സർപ്പം ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ഏതാ ഈ സർപ്പം? അഹങ്കാരം ശക്തമായിട്ടിരിക്കുന്നിടത്ത് ആത്മബോധം തെളിയില്ല എന്നർത്ഥം. അതുകൊണ്ട് ജ്ഞാനം നേടണമെങ്കിൽ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അഥവാ ജന്മസാക്ഷാത്കാരത്തിന് ഈ സമർപ്പണം കൂടിയേ കഴിയൂ. അപ്പോൾ യാതൊരു സംശയമൊന്നുമില്ല അല്ലേ? നമ്മുടെ ഈ സംസ്കാരം ഇല്ലാത്തയാളാണെങ്കിലോ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞിട്ട് അവനെ പിടിച്ച് പുറത്താക്കുമായിരുന്നു. ഇതങ്ങനെയല്ല പറഞ്ഞു. പിന്നെ ചെന്നിട്ട് സാഷ്ടാംഗം അങ്ങോട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, അങ്ങ് ആരാണ് എന്ന് എനിക്ക് പറഞ്ഞു തരൂ. എനിക്ക് ഇന്ദ്രൻ്റെ വജ്രായുധത്തിൽ നിന്നോ പരമേശ്വരൻ്റെ ശൂലായുധത്തിൽ നിന്നോ ഒന്നും പേടിയില്ല. പക്ഷേ ബ്രഹ്മജ്ഞാനികളെ, ബ്രാഹ്മണരെ എന്ന് പറഞ്ഞാൽ ഒരു ജന്മം കൊണ്ടൊന്നും കിട്ടുന്ന ഒരു സാധനമല്ല എന്നറിയാം. ബ്രഹ്മവിദ്, ബ്രാഹ്മണോ, ബ്രഹ്മി, ബ്രഹ്മജ്ഞോ, ബ്രാഹ്മണപ്രിയ 5 നാമങ്ങൾ പഠിച്ചാൽ മനസ്സിലാകും. അല്ലെങ്കിൽ വിദ്യാവിനയസമ്പന്നെ ബ്രാഹ്മണേ ഗവി ഹസ്തിനി ശുനി ചൈവ സ്വപാകേജ പണ്ഡിത എന്ന 5-ാമത്തെ അധ്യായം ഭഗവത്ഗീതയിൽ ശ്ലോകം പഠിച്ചാൽ മനസ്സിലാകും ആരാണ് ബ്രാഹ്മണൻ. അതാണ് ഇവിടെ സൂചിപ്പിക്കുക. അങ്ങനെയുള്ള ഒരു ബ്രഹ്മജ്ഞാനിയെ അപമാനിച്ചു എന്നുള്ള ഒരു ദോഷം എനിക്ക് ഉണ്ടാകരുതേ. എന്തുകൊണ്ട്? മറ്റു പലതിനും പ്രായശ്ചിത്തമുണ്ട്. ബ്രഹ്മജ്ഞാനികളെ അപമാനിച്ചതിന് പ്രായശ്ചിത്തമില്ല. പിന്നെന്താ? അവശ്യം അനുഭോക്തവ്യം. അതിൻ്റെ ഫലങ്ങൾ തലമുറകളായിട്ട് അനുഭവിച്ചു തീരണം. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഇവിടെ ഒന്നും പറയാൻ നമുക്ക് സമയമില്ല. കാരണം സംവാദമാണല്ലോ. എന്താണ് ഉപദേശഭാഗമാണ് പ്രധാനം. എന്തായാലും ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞിട്ട് അവസാനം ശരണാഗതി. ഭഗവത്ഗീതയിൽ എപ്പോഴാണ് അർജുനന് ഉപദേശം കിട്ടാൻ തുടങ്ങിയത്? യത് ശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാധിമാം ത്വാം പ്രപന്നം. 2-ാം അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകത്തിലാണ്. അത് കഴിഞ്ഞാണ് ഭഗവാൻ 11-ാമത്തെ ശ്ലോകം മുതൽ അശോച്യാനന്യശോചസ്തം. ഇവിടെ സമാനമായിട്ട് അതേ വാചകം വേറൊരു വാക്ക് ഉപയോഗിച്ചാണ് അടുത്ത അധ്യായത്തിലേക്ക് വരാൻ പോകുന്നത്. പറയാൻ ഉദ്ദേശിച്ചത് ഈ ശരണാഗതി കൊണ്ട് മാത്രമേ മഹാത്മാക്കളിൽ നിന്ന്, ഗുരുനാഥനിൽ നിന്ന് വിദ്യ നമ്മിലേക്ക്
പഴയ ആളുകൾ പറയില്ലേ, താണ നിലത്തെ കാലിൽ വരുന്ന നീരല്ല, ഇങ്ങനെ ഒഴുകുന്നത്, താഴേക്കേ വരുള്ളൂ എന്നർത്ഥം. അതാണ് നേരത്തെ പറഞ്ഞ പ്രണിപാത. ഉപനിഷത്ത് എന്നുള്ള വാക്ക് പോലും അതല്ലേ സൂചിപ്പിക്കുന്നത്, ആലോചിക്കുന്നത്. എന്തായാലും സമ്പൂർണ്ണ ശരണാഗതിയോടുകൂടി പ്രാർത്ഥിച്ചു, എന്നെ അനുഗ്രഹിക്കണേ അല്ലേ. അധൂരാത് ഞക്ഷതി, അതുകൊണ്ട് ദൃഷ്ടിക്കണേ. കാരുണ്യപൂർവ്വം. മഹാത്മാക്കളുടെ അനുഗ്രഹമൊക്കെ എങ്ങനെയാണ് കിട്ടുക? കാരുണ്യാകുല നേത്രം ആർദ്ര, ഇതൊക്കെ പറഞ്ഞില്ലേ നാരായണത്തിൽ. കാരുണ്യം കൊണ്ടാണ്. എന്തുകൊണ്ട്? അവർക്ക് വേറൊന്നും നേടേണ്ടതില്ല മഹാത്മാക്കൾക്ക്. ഇത്ര കാരുണ്യം കലർന്നവരാര് എന്ന് കിളിപ്പാട്ട് ഭാഗവതത്തിൽ പ്രഹ്ലാദനെ കൊണ്ട് ചോദിക്കുന്നു അല്ലേ. അന്നന്നിവണ്ണം ഭവിക്കുന്ന സങ്കടം ഒന്നന്നിയേ തീർത്ത് ലോകങ്ങൾ പാലിപ്പാൻ ഇത്ര കാരുണ്യം കലർന്നവരാര്? ആരുമില്ല എന്ന് പറയുന്നതിനേക്കാൾ ഫോഴ്സ്ഫുള്ളാണ് ആര് എന്നങ്ങോട്ട് ചോദിച്ചത്. ഈ കാരുണ്യം. അതുകൊണ്ടാണ് 11-ാമത്തെ അധ്യായം മുതൽ നേരത്തെ പറഞ്ഞ സംവാദം നേരത്തെ ആരംഭിച്ചു കഴിഞ്ഞു. ഉപദേശം ആരംഭിക്കുന്നത് അവിടെ മുതലാണ്. അപ്പം നമുക്ക് എന്താ തരുന്ന സന്ദേശം? അഹങ്കാരത്തെ നമുക്ക് ശമിപ്പിക്കണം. അതിന് മഹാത്മാക്കളുടെ പാദങ്ങളെ നമസ്കരിക്കുക. വിനാമഹത്പാദരജോഭിഷേകം കാണാം അല്ലേ. മഹാത്മാക്കളുടെ പാദധൂളി കൊണ്ട് അഭിഷേകം ചെയ്യലല്ലാതെ ഇതിന് വേറെ കുറുക്ക് വഴികൾ ഒന്നുമില്ല എന്നർത്ഥം. നേരത്തെ പറഞ്ഞ അർജുനെ കളിയാക്കിക്കൊണ്ട് ഭഗവാൻ ആരംഭിച്ചതുപോലെ അശോച്യാനന്വശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ എന്ന് പറഞ്ഞില്ലേ, അതേപോലെയാണ് ഇവിടെ. അഗോവിദ കോവിദവാദവാദാൻ. അഗോവിദൻ എന്ന് പറഞ്ഞാൽ വേണ്ട അറിവില്ലാത്തവൻ എന്നറിയാം. വിവരദോഷി എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ വലിയ തെറ്റില്ല എന്നാണ്. പക്ഷേ നിന്റെ വർത്തമാനമൊക്കെ കേട്ട് കഴിഞ്ഞാലോ കോവിദവാദവാദാൻ, വലിയ വിദ്വാൻമാരുടെ മട്ടിൽ അതുകൊണ്ടൊക്കെ അറിഞ്ഞവരുടെ ഒരു ലക്ഷണത്തിലാണ്. പക്ഷെ പെരുമാറ്റമോ അതേ സ്റ്റൈലിലാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ട്? ഈ നിൻ്റെ ഇപ്പോഴത്തെ ഈ ചേഷ്ടകളൊന്നും ഒരു വിദ്വാൻമാർക്ക് യോജിച്ചതല്ല. എന്തുകൊണ്ട്? ഞാൻ രാജാവാണ്, ഇത്ര വെള്ളം കൊടാ ദാഹമുള്ളോർക്കിവൻ അല്ലേ. നമുക്ക് ഭാഗവതം കിട്ടാൻ കാരണമായത് അതായിരുന്നു അല്ലേ. ഒരു രാജാവിന് അങ്ങനെ തോന്നിയോണ്ടല്ലേ നമുക്ക് ഭാഗവതം ഇത്ര ഭംഗിയായിട്ട് കിട്ടി അല്ലേ. ഇവിടെ അതുപോലെ സൂചിപ്പിച്ചു. അതുകൊണ്ട് അങ്ങയുടെ ഇത് യോഗ്യന്മാർക്ക് ചേർന്നതല്ലോ. അതുകൊണ്ട് പരമമായ സത്യത്തെ അറിഞ്ഞവരുടെ കൂട്ടത്തിൽ അങ്ങയുടെ പേര് ചേർക്കാൻ നിവൃത്തിയില്ല എന്നർത്ഥം. ഇതുകൊണ്ട് പരമമായ സത്യത്തെ ഉപദേശത്തിലൊക്കെ സൂചിപ്പിക്കും. സത്യത്തെ അറിഞ്ഞവൻ അറിഞ്ഞു എന്ന് പറയാറില്ല. അതുകൊണ്ട് ആരെങ്കിലും അറിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൻ അറിഞ്ഞില്ല എന്ന് രസകരമായിട്ട് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞു. അതുകൊണ്ട് അങ്ങയെ ഞാൻ നമ്മൾ കുറച്ച് താരതമ്യ പഠനം നന്നായിരിക്കും, അതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിക്കുന്നത്. അർജുനൻ്റെ വീരഘോര വാദങ്ങളൊക്കെ കേട്ടപ്പോൾ നമുക്കും തോന്നി ശരിയല്ലേ ശരിയല്ലേ ശരിയത്. പക്ഷെ ഭഗവാൻ വിളിച്ചതെന്താ? ആണും പെണ്ണും കെട്ടവനെ. വില്ലാളി വീരനായ ഗാണ്ഡീവധാരിയായ മധ്യമ പാണ്ഡവൻ ദാ കിടക്കുന്നു. ഗാണ്ഡീവം ശ്രംസതേ ഹസ്താത് ത്വക്ചൈവ പരിദഹ്യതേ. എൻ്റെ ശരീരത്തിന് മാത്രമല്ല, പിന്നെ മനസ്സിനും പക്ഷെ അവിടെ വിഷാദം യോഗമാക്കാൻ അർജുനന് കഴിഞ്ഞു. എന്തുകൊണ്ട്? പൂർവജന്മ സംസ്കാരം. വേദവ്യാസ ഭഗവാന് തൻ്റെ വ്യസനത്തെ യോഗമാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ടാണ് ജഗദ്ഗുരുവായ ശ്രീനാരദനിൽ നിന്ന് ശ്രീമദ് ഭാഗവതം ലഭിച്ചത്. അതാണ് പരമ്പരയായിട്ട് ഇന്ന് ഈ 2024 അവസാന ഘട്ടത്തിൽ നമ്മളിവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന. ആലോചിക്കും.
അപ്പം വ്യസനവും വിഷാദവും ഒക്കെ യോഗമാക്കാൻ കഴിയണം. നമുക്കോ വിഷാദ രോഗം. എത്രയും പെട്ടെന്ന് സൈക്യാട്രിസ്റ്റിനെ കണ്ടോളൂ, സൈക്കിക് ഡ്രഗ്സ് കഴിച്ചത് ആലോചിച്ചോളൂ. നല്ല സംസ്കാരം ഉണ്ടാക്കി വെക്കേണ്ടതിൻ്റെ പ്രാധാന്യം ശ്രദ്ധിക്കും. ഓരോ ഘട്ടത്തിൽ പ്രഹ്ലാദന് എങ്ങനെ സംസ്കാരം കിട്ടി ആലോചിക്കൂ. അതുകൊണ്ട് അങ്ങ് ഈ കർമ്മവ്യവഹാരങ്ങളിൽ അതിനെ കർമ്മത്തിൻ്റെ ആ ഭാവത്തിലേക്ക് പിന്നീട് സൂചിപ്പിക്കുന്നു അല്ലേ. കർമ്മകാണ്ഡം അല്ലേ, സ്വർഗകാമോ യജേത ഉറപ്പിച്ച് പറഞ്ഞു. ജയേത അല്ല യജേത. സ്വർഗകാമികൾ യാഗവും ഇതൊക്കെ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് എല്ലാവരും യാഗം ചെയ്യാനല്ല ഇവിടെ പറഞ്ഞത്. പിന്നെ കർമ്മം കർമ്മഫലം അതിലിങ്ങനെ കുടുങ്ങിക്കിടക്കുന്നവർ അവരെ മറ്റു കർമ്മങ്ങൾക്കൊക്കെ നീ വൈദിക കർമ്മമൊക്കെ ചെയ്തു. എന്തുകൊണ്ട് മറ്റുള്ളതിലേക്കൊന്നും പോകാതെ കുറച്ച് കഴിയുമ്പം നല്ല സംസ്കാരം ഉള്ളിൽ വന്നു തുടങ്ങും. അതുകൊണ്ട് കർമ്മകാണ്ഡ വ്യവഹാരമൊന്നും പരമാർത്ഥമല്ല. ലൗകിക ദൃഷ്ടിയിലുള്ള യാമിമാം പുഷ്പിതാം വാചം എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവത്ഗീത സൂചിപ്പിക്കുന്ന ശ്ലോകം പഠിച്ചവർക്ക് ഇത് ചേർത്ത് വായിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് ശ്രീമദ് ഭാഗവതം ശരിക്കും മനസ്സിലാകണമെങ്കിൽ ഭഗവത്ഗീതയും കൂടെ ചേർത്ത് വെച്ച് പഠിക്കാൻ കഴിയട്ടെ. അല്ലെങ്കിൽ മനസ്സിലാകും, പക്ഷേ ആ മനസ്സിലാകലിൻ്റെ ആഴം അനുഭവിക്കണമെങ്കിൽ ഭഗവത്ഗീതയും, കാരണം രാജാര്യൻ പറഞ്ഞത് തന്നെ ഭഗവത്ഗീതയിലെ 18 അധ്യായങ്ങളുടെ 700 അല്ലെങ്കിൽ 701 ശ്ലോകങ്ങളുടെ വ്യാഖ്യാനമാണ് ശ്രീമദ് ഭാഗവതം. അതുകൊണ്ടാണ് 18,000 ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ശ്ലോകങ്ങളിൽ നിന്നൊക്കെ 18ൻ്റെ വലിയ ഒരു എക്സ്പാൻഷനാണല്ലേ. നമ്മൾ ചെറിയ മൊബൈൽ ഫോണിൽ സത്രം കാണുന്നതും ACV 112 വലിയ സ്ക്രീനിൽ കാണുന്നതുമായിട്ടുള്ള വ്യത്യാസം ഒന്ന് ആലോചിച്ചു. അതുകൊണ്ട് അങ്ങേക്ക് തത്വഗ്രഹണത്തിനുള്ള താല്പര്യം ഉണ്ടായി, അത് നല്ല കാര്യം തന്നെ. പക്ഷേ ലൗകിക ദൃഷ്ടിയിൽ നിന്ന് അങ്ങേക്ക് മാറേണ്ടതുണ്ട്. ഇതിനൊന്നും പാരമാർത്ഥിക സത്ത, എംപിരിക്കൽ റിയാലിറ്റി എന്ന് പറയും ഇംഗ്ലീഷിൽ. അബ്സല്യൂട്ട് റിയാലിറ്റി പാരമാർത്ഥിക സത്ത, വ്യാവഹാരിക സത്ത എംപിരിക്കൽ റിയാലിറ്റി. ഇതിനൊക്കെ ഈ വ്യാവഹാരിക സത്ത മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് പൂന്താനം പറഞ്ഞത് കണ്ടതൊന്നുമേ. അവിടെ സത്യം എന്നുള്ള വാക്കിന് അർത്ഥം എന്താ? പാരമാർത്ഥിക സത്തയുടെ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ ത്രികാല അബാധിതമായിട്ട് നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് അവിടെ ചോദ്യം. നമ്മുടെ ഏതെങ്കിലും ഒരു അനുഭവം ത്രികാല അബാധിതമായിട്ട് നിൽക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ആത്മസ്വരൂപത്തിൻ്റെ നിർവചനം തത്വത്തിൽ പറഞ്ഞത് സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരാത് വ്യതിരിക്ത പഞ്ചകോശാതീത അവസ്ഥാത്രയ സാക്ഷി സച്ചിദാനന്ദ സ്വരൂപ. എന്ത് രസമായ വ്യാഖ്യാനം. ഇങ്ങനെ വിസ്തരിച്ച് പഠിക്കാമെങ്കിൽ നല്ല രസമാണിതൊക്കെ. അതുകൊണ്ട് ആ പരമമായ സത്യത്തെ അറിയണം. പക്ഷെ അതിനിപ്പോൾ തടസ്സം നിൽക്കുന്നത് എന്താണ്? തത്വജ്ഞാനം ഇല്ല. എന്തുകൊണ്ട്? അവിടെയാണ് മനസ്സിലേക്ക് വരുന്നത്. കാപിലത്തിലൊക്കെ നമ്മൾ വിശദമായിട്ട് കണ്ടുവന്നത് ചേതഖല്ലു സബന്ധായ എന്നൊക്കെ സൂചിപ്പിച്ചത്, മനേവ മനുഷ്യാണാം അതിലൊക്കെ സൂചിപ്പിച്ചു. നിൻ്റെ മനസ്സ് തന്നെയാണ് നിൻ്റെ ബന്ധു, മനസ്സ് തന്നെയാണ് നിൻ്റെ ഭാര്യയുടെ മനസ്സല്ല, പിന്നെ എൻ്റെ സ്വന്തം മനസ്സ് തന്നെ. ഓ ആത്മൈവ ആത്മനോ ബന്ധുഹു ആത്മൈവ രിപുഹു ഒക്കെ സൂചിപ്പിച്ചു. അതുകൊണ്ട് മനസ്സിനെ മനസൃജതി വൈ ദേഹാൻ എന്ന് തന്നെ ഒരു പ്രയോഗമുണ്ട്. ഈ ദേഹത്തെയൊക്കെ സൃഷ്ടിച്ചതെന്താണ്? അത് അച്ഛൻ. വ്യഷ്ടി മനസ്സിൽ ഇത്തരം ഇതിലും സമഷ്ടി മനസ്സ് ഈ പ്രപഞ്ചത്തിൻ്റെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ മനസ്സാണ് ഇതിന് മുഴുവൻ സംസാരത്തിന് മൂലകാരണം. ശ്രീമദ് ഭാഗവതം തുടക്കത്തിൽ തന്നെ നമ്മെ ഓർമ്മിപ്പിക്കും, അപശ്യതാം ആത്മതത്വം ഗൃഹേഷു ഗൃഹമേധിനാം. ആ ഗൃഹാഭിമാനികളായിട്ട് നമ്മളൊക്കെ തീരുന്നത് മെജോറിറ്റി അങ്ങനെയുള്ളവരാണല്ലോ. അതുകൊണ്ട് നമ്മളെന്ന് തന്നെ പറയാമെന്ന്. ഗൃഹേഷു ഗൃഹമേധിനാം, അഭിമാനിച്ച് ഞാൻ അതാണ് ഇതാണ് മറ്റ് ആലോചിച്ചു.
എല്ലാ കാര്യം എന്താ? അപശ്യതാം ആത്മതത്വം. അവിടെ പശ്യത എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ആ കാണലല്ല എന്നർത്ഥം, അനുഭവിക്കലിനെയാണ്. അപരോക്ഷാനുഭൂതി എന്ന് ശങ്കരാചാര്യസ്വാമികൾ വിശേഷിപ്പിക്കും. ഒരു പുസ്തകത്തിൻ്റെ പേര് തന്നെ അതാണ്, അപരോക്ഷാനുഭൂതി. നമ്മുടെ ഗുരുദേവൻ അതിൻ്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നത് ഡയറക്റ്റ് ആൻഡ് ഇമ്മീഡിയറ്റ് എക്സ്പീരിയൻസ് എന്നാണ്. അത് അവിടെ അനുമാന പ്രമാണങ്ങളോ ശബ്ദം ഒന്നുമില്ല എന്നർത്ഥം. ഇതാണ് സാധിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ കർമ്മങ്ങളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? കർമ്മങ്ങളിലേക്ക് തന്നെ വലിച്ചുകൊണ്ട് വന്നത് ആരാണ്? മനസ്സ് തന്നെയാണ്. ഏകാദശത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്ന നല്ല രസമുള്ളൊരു ഉദാഹരണം, 5 ഭാര്യമാരുള്ള ഒരു ഗൃഹസ്ഥനെ 5 പേരും ഒരേ സമയത്ത് തങ്ങളുടെ മുറികളിലേക്ക് പിടിച്ചു വലിക്കുന്നത് പോലെ പഞ്ചേന്ദ്രിയങ്ങളെയാണ് അവിടെ സൂചിപ്പിക്കുക. 24 ഗുരുക്കന്മാരുടെ പറയുന്നിടത്തേക്ക് ഒന്നായിട്ട് ശബ്ദസ്പർശ രൂപരസഗന്ധാദികളെയൊക്കെ സൂചിപ്പിച്ചിട്ട് പറയും. ഈ 5 അപകടവും ഒരേപോലെ പതിയിരിക്കുന്ന മനുഷ്യൻ്റെ കാര്യം ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് ഈ ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മങ്ങളും ഒക്കെ കൊണ്ട് അല്ലേ, ഹരിനാമകീർത്തനം പഠിച്ചിട്ടുള്ളവർക്കറിയാം. പഠിക്കുക എന്നുള്ളതിനെ അണ്ടർലൈൻ ചെയ്തിട്ട് പറയുകയാണ്, അധ്യാത്മരാമായണം ആർക്കാ പ്രയോജനപ്പെടുന്നത്? അധ്യയനം ചെയ്യുന്നവർക്ക് അധ്യാത്മജ്ഞാനമുണ്ടാം. ആരെയും പരിഹസിക്കാമെന്ന് വിചാരിക്കരുത്. കർക്കിടക മാസത്തിൽ ചടങ്ങിന് വായിക്കുന്നവർക്ക് അത് കിട്ടില്ല എന്ന് ഉറപ്പായിട്ട് പറഞ്ഞു എന്നാണ്. വിഷമം തോന്നരുത്, എഴുത്തച്ഛൻ പറഞ്ഞ വാക്കാണ് പറഞ്ഞത്. അധ്യാത്മരാമായണം എന്ന പേര് ഇതിനിതം അധ്യയനം ചെയ്യുന്നവർക്ക് വായിക്കുന്നത് മോശമൊന്നുമല്ല, നല്ല കാര്യം, നിഷ്ഠയോടെ ഒക്കെ നല്ലത് തന്നെ. പക്ഷെ അധ്യാത്മജ്ഞാനം ഉറയ്ക്കണമെങ്കിൽ എന്ത് വേണം? അധ്യയനം ചെയ്യണം. അത് അധ്യാത്മരാമായണത്തിന് മാത്രമല്ല, എല്ലാത്തിനും ഇതാണ് എന്നർത്ഥം. അതിന് തടസ്സം നിൽക്കുന്നത് ലൗകിക സുഖഭോഗങ്ങളിലേക്ക് പോകുന്ന വിഷയാധ്യായത ചിത്തം വിഷയേഷു വിഷജ്യതേ മാമനുസ്മരത ചിത്തം മയി ഏവ പ്രവിലീയതേ. കുറച്ച് ത്രോട്ട് ഇൻഫെക്ഷനും ചെസ്റ്റ് ഇൻഫെക്ഷനും ഒക്കെ ഉണ്ട്, അവരുടെ അസൗകര്യം ക്ഷമിക്കുക. വിഷയങ്ങളിലേക്ക് തിരിഞ്ഞിരിക്കുന്ന മനസ്സ് വിഷയങ്ങളിലേക്ക്, ഇതിൻ്റെ ഭഗവത്ഗീത അവസാന ഭാഗത്ത് കാണുന്നത് ധ്യായതോ വിഷയാൻ വംസ. അപ്പം ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്ന ആരാണ്? മനസ്സിനെ പ്രേരണ എവിടുന്ന് വരുന്നു? നമ്മൾ അധികം ചിന്തിക്കാറില്ല. ചിന്തിച്ചാൽ മനസ്സ് ശാസ്ത്രം സ്പഷ്ടമായിട്ട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പൂർവജന്മ സംസ്കാരം, പൂർവജന്മാർജിത കർമ്മത്തിൽ നിന്നുണ്ടായ പൂർവജന്മ സംസ്കാരമാണ് മനസ്സായിട്ട്. കാരണം സ്ഥൂല ശരീരം മാത്രമേ ഇവിടെ ഇല്ലാതെയാകുന്നുള്ളൂ. സൂക്ഷ്മ ശരീരത്തിൽ ഇത് മുഴുവൻ എൻ പാപമൊക്കെ അറിയുവാൻ ചിത്രഗുപ്തൻ നമ്മുടെ മനസ്സ് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഗുപ്തമായിട്ട് ചിത്രം എഴുതുന്നു. എന്താ ഗുപ്തമായിട്ട് ചിത്രം എഴുതുക എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവും സമ്മതവും ഒന്നും ഇല്ലാതെ അങ്ങോട്ട് എഴുതി വെക്കുന്നു. ഏതുപോലെ? റെക്കോർഡല്ലേ, അല്ലെങ്കിൽ സ്പീക്കർ പോലെ. ആചാര്യൻ ഇവിടെ ഇരുന്നൊന്ന് ചുമച്ചാൽ ചുമയാണ്, അതുകൊണ്ട് ഇത് ചുമച്ചാൽ അത് വരും, പാട്ടുപാടിയാൽ അത് വരും. ഇതുപോലെയാണ് മനസ്സ്. അതാണ് ഗുപ്തമായിട്ട് ചിത്രം എഴുതുന്ന ചിത്രഗുപ്തൻ്റെ കഥ. ഇത് മുഴുവൻ ഉള്ളിൽ ഇങ്ങനെ അനുനിമിഷം റെക്കോർഡിങ് നടക്കുകയാണ് എന്നർത്ഥം. ഈ റെക്കോർഡ് ചെയ്ത് സമ്പാദിച്ചതുമായിട്ടാണ് സൂക്ഷ്മ ശരീരം വേർപെടുന്നത്. അപ്പം മരണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരത്തിൽ നിന്ന് വേർപെടുന്ന ഒരു ചടങ്ങാണ്. ഇതിന് തീർച്ചയായിട്ടും കല്യാണത്തിനേക്കാളിലും മറ്റേതിനേക്കാളിലും ഒക്കെ നല്ലൊരു ചടങ്ങാണ്. സ്ഥൂല ശരീരത്തിന് എന്ത് ചെയ്യുന്നു നമുക്കൊക്കെ അറിയാം. 3 കാര്യങ്ങൾ എഴുത്തച്ഛൻ സൂചിപ്പിക്കുന്നുണ്ട് രാമായണത്തിൽ. ഈ സൂക്ഷ്മ ശരീരം ഇട്ടിട്ട് എന്ത് ചെയ്യുന്നു? അവിടെയാണ് യാത്ര തുടങ്ങുന്നത് എന്നർത്ഥം. പലയിടത്ത് പോയി അനുഭവിക്കും അല്ലേ. 5-ാം അധ്യായത്തിൻ്റെ സ്കന്ധത്തിൻ്റെ അവസാനത്തെ ഒരു അധ്യായമുണ്ട്. ഏത്? 26-ാമത്തെ അധ്യായത്തിൽ നരകവർണ്ണനാവോ. പരീക്ഷത്തിന് പോലും പേടിയായി പോയി. ആ പേടി പ്രകടമാകാത്ത ഒരു ചോദ്യത്തോടു കൂടിയാണ് അതുകൊണ്ട് 6-ാമത്തെ സ്കന്ധം നാമപ്രകരണം ആരംഭിക്കുന്നതിന്. ആലോചിച്ചു.
അപ്പോൾ ഈ സൂക്ഷ്മ ശരീരമാണ് പിന്നീട് പലയിടത്ത് പോയി പല അനുഭവങ്ങളൊക്കെ ആയിട്ട് കറങ്ങി കറങ്ങി ഓരോന്നായിട്ട് അല്ലേ പൂന്താനം ഭംഗിയായിട്ട് ജ്ഞാനപ്പാനയിലൊക്കെ സൂചിപ്പിക്കുന്നത്. ഇങ്ങനെ കർമ്മം കൊണ്ടു കളിക്കുന്നതിങ്ങനെ ഈ കളിയാണ് അല്ലേ. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി ഏവം ത്രൈധർമ്മമനുപ്രപന്നാഗതാഗതം കാമകാമാലഭന്തേ. കാമകാമികൾക്ക് എന്താ മിച്ചം? ഗത ആഗതം, ഗത ആഗതം, പോക്കും വരവ്. വസ്തുവിൻ്റെ പോക്കും വരവല്ല, ഈ പോക്ക് വരവാണ്. ശ്രദ്ധിക്കുന്നത് അവർക്ക് വേറെ ഒന്നും മിച്ചം ഉണ്ടാകുന്നില്ല. അത് ഞാനിപ്പതിനെ തന്നെ പറയും. തൻ്റെ വീട്ടിൽ നിന്ന് വല്ലയിടത്തും പോയിട്ട് വിറ്റൂണെന്ന് പറയും കണക്കിന് കൊണ്ടുപോയ ചക്രം, അങ്ങനെയല്ലേ കൊണ്ട് പറയുക, തീരാനാകുമ്പോൾ അവിടുന്ന് അവരിങ്ങോട്ട്, ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞാൽ വിസ തീരാനാകുമ്പം ദോഹയിൽ നിന്നും അല്ലെങ്കിൽ കാലിഫോർണിയ അവരിങ്ങോട്ട് തള്ളി. ഇതുപോലെയാണ് ഇങ്ങനെ ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി. അതുകൊണ്ട് ഇവർക്ക് ഈ ആത്യന്തികമായിട്ട് നേടേണ്ടതൊന്നും, അതുകൊണ്ട് കർമ്മങ്ങളെ ആ രീതിയിൽ കാണാൻ കഴിയണം. അതുകൊണ്ട് മനസ്സുകൊണ്ട് നല്ല സംസ്കാരം ഉള്ളിൽ, ചുരുക്കി പറഞ്ഞാൽ ഒരൊറ്റ വാക്കേ ഉള്ളൂ എന്ന് പറയും, നല്ല സംസ്കാരം അല്ലേ ഉണ്ടാക്കണം. നല്ല ചിന്ത ചെയ്യണം. ഒരു നല്ലൊരു പാട്ടില്ലേ, നല്ല വാക്കോ, പക്ഷെ അതിനൊക്കെ പിന്നിൽ എന്ത് വേണം? നല്ല സംസ്കാരം ഉണ്ടാകണം. നമുക്ക് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ളതും ഏറ്റവും പ്രധാനമായിട്ട് അതാണ് ചിന്തിക്കേണ്ടത്. എന്താ കൊടുക്കേണ്ടത്? നല്ല സംസ്കാരം കൊടുക്കാൻ കഴിയണം. അത് പറഞ്ഞു, ഈ ആത്മഭാവത്തിലേക്ക് ഉണർന്നെങ്കിൽ മാത്രമേ ഈ മനസ്സിൻ്റെ കാപിലത്തിലൊക്കെ സ്പഷ്ടമായിട്ട് നമ്മൾ കണ്ടു കഴിഞ്ഞു അല്ലേ. അതുകൊണ്ട് ആ മനസ്സാണ് ഈ സംസാര ചക്രത്തെ, ചക്രം എന്ന് പറയുമ്പോൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന. അതുകൊണ്ട് മനസ്സ് എത്ര കാലം വിഷയാസക്തമായിട്ടിരിക്കുന്നുവോ അതിൻ്റെ പ്രേരക ശക്തിയെ, ശ്രദ്ധിക്കണേ, ഈ മനസ്സിൻ്റെ വ്യവഹാരങ്ങൾക്ക് പ്രേരകമായിട്ടിരിക്കുന്ന ആത്മഭാവത്തെ അറിയാതെ പോകുന്നു. നമുക്കൊക്കെ അറിയാം, ഇപ്പം ഈ ലൈറ്റ് കത്തുന്നത്, ഈ ഇത് ശബ്ദം കേൾക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ഇതുപോലെ ജഡങ്ങളായ ശരീരമനോബുദ്ധിയാദികൾ സക്രിയങ്ങളാകുന്നത്, സജീവങ്ങളാകുന്നത് ആത്മസ്വരൂപത്തിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഭഗവത്ഗീത 10-ാം അധ്യായത്തിൽ വിഭൂതിയൊക്കെ വിസ്തരിച്ചിട്ട് ഭഗവാൻ വിഭൂതി വിസ്തരിക്കുന്നതിൻ്റെ ആരംഭമായിട്ട് 20-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത. അല്ല, എന്തിനാ അത്രയും പറയുന്നത്? ഗോപികമാരുടെ വിലാപഗാനത്തിൽ എന്താ പറഞ്ഞത്? നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃ. മനുഷ്യരെന്നല്ല പറഞ്ഞത്, പിന്നെ സത്രത്തിൽ പങ്കെടുക്കുന്നവരുടെ ഒക്കെ ഉള്ളിൽ ഭഗവാനാണ്, അല്ലാത്തവരുടെയൊക്കെ ഉള്ളിലല്ല. അഖിലദേഹിനാം, ഇവിടെ ഏതൊക്കെ ശരീരങ്ങൾ വർത്തിക്കുന്നുവോ ആ ബ്രഹ്മ പിപീലികാന്തം എന്ന് ശാസ്ത്രം സൂചിപ്പിക്കുന്നത്. ബ്രഹ്മദേവൻ മുതലൊരു എറുമ്പ് അന്ന് പറയുമ്പോൾ അതാണ്. ഇപ്പം നമ്മൾ പറയുമ്പോൾ യൂണിസെല്ലുലർ അമീബ മുതൽ ഏറ്റവും വലിയൊരു ജീവി വരെ, അതിലൊക്കെ ചൈതന്യമായിട്ട് ത്രസിക്കുന്നത് ഈ ചൈതന്യമാണ്. അതാണ് ഭഗവാൻ പറഞ്ഞത്, എന്നെ ആരായിട്ട് അറിയണം? സർവഭൂതാശയസ്ഥിത. ഇത് തന്നെ കാപിലത്തിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ സംഭവിച്ച ശേഷാനന്ദ സ്വാമിജി വിസ്തരിച്ചു അല്ലേ. ഈ പരമമായ സത്യം അറിയാതെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാണിക്കുന്നെങ്കിൽ അത് അത്യന്ത വിഡംബനം. പരമമായ ഈ സത്യം അറിയാതെ, എൻ്റെ ശരിയായ ഐഡൻറ്റിറ്റി അറിയാതെ നിങ്ങൾ കാണിക്കുന്ന പൂജാതി ഇതൊക്കെ ഗീത ഇവിടെ ചേർത്ത് പറയണേ, അപജാനന്തി മാം മൂഢാഹ. നിങ്ങൾ എന്നെ പൂജിക്കുകയല്ല ചെയ്യുന്നത്, പിന്നെ അപജാനന്തി, എന്നെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്, അവമതിക്കുകയാണ് ചെയ്യുന്നത്. ഇത് പറഞ്ഞ രണ്ട് ഭാഗം ചേർത്ത് വായിക്കണം എന്നറിയാം അല്ലേ. ഭസ്മന്യേവ ജുഹോതി സഹ. കാബിൽ എത്ര സ്പഷ്ടമായിട്ടാണ് 29-ാമത്തെ ശ്ലോകം പറഞ്ഞു.
ഗണപതി ഹോമം എല്ലാം കഴിഞ്ഞു. അപ്പോഴാണ് നെയ്യും കൊണ്ട് വരാൻ അല്പം വൈകി. അതുകൊണ്ട് ആ ചാരത്തിൽ ഒഴിച്ചിട്ട് മഹാഗണപതി മഹാഗണപതി ഭസ്മത്തിൽ കൊണ്ട് ഹോമിക്കുന്നു. അത്ര വ്യർത്ഥം, അതിൻ്റെ ഫ്യൂട്ടിലിറ്റി, അതിൻ്റെ വ്യർത്ഥതയെ സൂചിപ്പിക്കാൻ ഇതിൽ കൂടുതലൊരു ഉദാഹരണം എന്ത് പറയേണ്ടതായിട്ടിരിക്കുന്നു, ആലോചിച്ച് നോക്കൂ. അപ്പം എന്താ അറിയേണ്ടത്? പരമാത്മഭാവം, സർവാത്മഭാവം. സർവശക്തനാണ്, സർവവ്യാപിയാണ്, സർവജ്ഞനാണ്. അത് ലോകത്തുള്ള എല്ലാ സെമിറ്റിക് ഒക്കെ സൂചിപ്പിക്കും. പക്ഷേ സനാതനധർമ്മം മുഖ്യമായിട്ട് പറയുന്നത് ആരാ? ഭഗവാൻ സർവാത്മാവാണ്, എല്ലാറ്റിലും ചൈതന്യ സ്വരൂപനായിട്ടിരിക്കും. ഇതറിയാത്തത് കൊണ്ടാണ് മനസ്സിങ്ങനെ ബുദ്ധിമുട്ടി. അത് സ്പഷ്ടമായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു. അപ്പോഴെന്ത് വരുന്നു? മനസ്സെങ്ങനെ ശക്തമായിട്ടിരിക്കുമ്പോൾ കർമ്മങ്ങൾ ഉത്കൃഷ്ട നികൃഷ്ടതയ്ക്ക് വന്നത്. കർമ്മങ്ങൾക്ക് ജന്മത്തിന് ഉത്കൃഷ്ട നികൃഷ്ട ഭാവമില്ല. അതുകൊണ്ടാണ് മതക മഹർഷി ശബരിയോട് പറഞ്ഞത്, ശ്രേഷ്ഠത ജാതിക്കല്ല കർമ്മത്തിനത്രേ. കർമ്മത്തിന് ഉത്കൃഷ്ട നികൃഷ്ട ഭാവമാണ്. അപ്പോൾ കർമ്മങ്ങളിൽ ആസക്തമായിട്ടിരിക്കുന്ന മനസ്സ് ഈ ഉത്കൃഷ്ട നികൃഷ്ട ഭാവങ്ങളിലേക്ക് വരുന്നു. അതുകൊണ്ട് എന്ത് വരും? പുണ്യപാപങ്ങളിലിങ്ങനെ, പഴയ പാട്ട് ഓർമ്മയല്ലേ? പുണ്യപാപ ചുമടുകളാം. ഇത് രണ്ടും അവിടെ കൊണ്ടുപോയി സമർപ്പിക്കാൻ കഴിയണം. നേപ്പാളിലുള്ള മുക്തിനാഥ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോൾ ക്ഷേത്ര ദർശനത്തിന് മുമ്പായിട്ട് 2 കുളം ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട്. അതിലാദ്യത്തെ കുളത്തിൽ ഇറങ്ങി മുങ്ങണം. ഭാര്യയും ഭർത്താവും കൂടെ പോയവരാണ്, 2 പേരും കൂടെ മുങ്ങണമെന്നാണ്. അപ്പോൾ മുങ്ങാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം കിട്ടി, അതുകൊണ്ടാണ് ഉറപ്പായിട്ട് പറയുന്നത്. പാപമെല്ലാം അവിടെ അങ്ങോട്ട് കളഞ്ഞു. അടുത്ത പടി ഇറങ്ങി വേറൊരു ഇതിൽ മുങ്ങണം. അത് പുണ്യവും അവിടെ ഉപേക്ഷിച്ചു. എന്നിട്ട് മേളിൽ കയറിയിട്ട് 108 തീർത്ഥങ്ങളുടെ പ്രതീകമായിട്ട് ജലം വഴി വരുന്നു. അവിടെ കൂടി ഇങ്ങനെ നടക്കും. എന്നിട്ട് വേണം മുക്തിനാഥത്തിലേക്ക് പ്രവേശിക്കാൻ, അല്ലേ? പ്രതീകാത്മകമായിട്ട് സൂചിപ്പിക്കുന്നു. ഇപ്പം എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? അത് ശ്രദ്ധിക്കൂ. മനസ്സ് ഏറ്റവും സക്രിയമായിട്ട് സജീവമായിട്ടിരിക്കുമ്പോൾ കർമ്മങ്ങൾക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കർമ്മങ്ങൾക്ക് എപ്പോഴും ഉച്ചനീചഭാവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ദ്വന്ദ്വഭാവം ശ്രദ്ധിക്കുക. ദ്വന്ദ്വഭാവം, ശീത ഉഷ്ണ സുഖ ദുഃഖ മാന അപമാന ഗുഡുഗുഡു ഗുഡുഗുഡു ഗുഡുഗുഡു, ഇതിനെയാണ് ദ്വന്ദ്വങ്ങൾ എന്ന് പറയുക. ഈ ദ്വന്ദ്വങ്ങളിൽ കുടുങ്ങുന്നു, ദ്വൈതഭാവത്തിൽ കുടുങ്ങിപ്പോകുന്നു. അതുകൊണ്ടാണ് അദ്വൈതജ്ഞാനം മാത്രമേ എല്ലാത്തരം വികാരങ്ങളിൽ നിന്നും, ഭയം ഉൾപ്പെടെയുള്ള എല്ലാറ്റിൽ നിന്നും നമുക്ക് മോചനം തരികയുള്ളൂ. വളരെ വിശദമായിട്ട് സൂചിപ്പിച്ചിട്ട് ക്ഷേത്രജ്ഞനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന ഭാഗം, ക്ഷേത്രജ്ഞയാത്മാ പുരുഷ പുരാണഃ സാക്ഷാത് സ്വയം ജ്യോതിരജഃ പരേശഃ നാരായണോ ഭഗവാൻ വാസുദേവ സ്വമായാത്മന്യവധീയമാനഃ. ഭഗവത്ഗീത ചെറിയ പഠിത്തമെങ്കിലും ഉള്ളവർക്കറിയാം. 11-ാമത്തെ അധ്യായം ക്ഷേത്രജ്ഞ വിഭാഗയോഗം. ഇവിടെ ഭഗവാൻ ഉറപ്പായിട്ട് പറഞ്ഞു, എന്നെ ആരായിട്ടറിയണം? ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി സർവക്ഷേത്രേഷു. എന്താ പറഞ്ഞ ആ ഭാവം തന്നെ. സർവക്ഷേത്രങ്ങൾ, ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അമ്പലമാണെന്ന് വിചാരിക്കരുത്, കോവിലാണെന്നല്ലാതെ. പിന്നെ ഓരോ ശരീരവും ഓരോ ക്ഷേത്രമാണ്. സർവക്ഷേത്രേഷു ഭാരതോ. അത് തന്നെയാണ് ഇവിടെ 2 ശ്ലോകങ്ങളെ കൊണ്ട് സൂചിപ്പിച്ചതെന്നർത്ഥം. അതുകൊണ്ട് ഈ ക്ഷേത്രജ്ഞനെ എങ്ങനെ അറിയണം? സാക്ഷാത് സ്വയം ജ്യോതി, ജ്യോതിഷാമപി ജ്യോതിഹി തസ്യ ഭാസ സർവമിതം പറയുമ്പോൾ അറിയാതെ ഇങ്ങനെ കൈയാകും. കാരണം മിഷനിലെ സംസ്കാരം നമുക്കതായിരുന്നു എന്നർത്ഥം, അല്ലേ? നതത്ര സൂര്യോ ഭാതി എന്ന് പറഞ്ഞ് ആര് കാണിക്കുമ്പോൾ നമ്മൾ പറയുന്നതാണ്. എന്തുകൊണ്ട്? ആ ഭഗവാന്റെ മുമ്പിൽ ഇതൊന്നും ഒന്നുമല്ല. കാരണം യദാദിത്യഗതം തേജഃ ജഗദ്ഭാസേതേഖിലം യന്ദ്രമസി യഗ്നൗ തത്തേജോ വിദ്ധി. അപ്പോൾ സൂര്യനെ ഉപാസിക്കുമ്പോൾ ആരെ കാണണം? സൂര്യന് തേജസ് നൽകുന്ന ഭഗവാനെ അറിയണം. അഗ്നി ഉപാസിക്കുമ്പോൾ, അല്ലേ? അഗ്നി എങ്ങനെയാണ് ഉപാസിക്കുന്നത്?
ഹോമം നമ്മൾ ദിവസവും ചെയ്യുന്ന ഹോമമില്ലേ? രാവിലെ പോയിട്ട് ചായ ഇടുകയോ ചോർക്ക് അല്ലേ? ആ അഗ്നി എന്തുകൊണ്ട്? ആ അഗ്നിക്കും തേജസ് കൊടുക്കുന്നത് ഞാനാണെന്ന് ഭഗവാൻ ഉറപ്പായിട്ട് പറഞ്ഞിരിക്കുന്നു 15-ാം അധ്യായത്തിൽ. എത്രയോ സ്ഥലങ്ങളിലാണ് പറഞ്ഞിരിക്കുന്നത്. സർവസ്യജാഹം ഹൃദി സന്നിവിഷ്ട. പ്രഹ്ലാദൻ പറഞ്ഞതെന്താ? തത ഭജധ്വം ഹൃദയേ ഹൃദീശ്വരൻ. എന്തൊരു നല്ല പ്രയോഗമാണെന്ന് ആലോചിച്ചു. ഹൃദയേശ്വരനായ ഭഗവാനെ ഹൃദയത്തിൽ വെച്ച് പൂജിക്കൂ. അതുകൊണ്ടാണ് യദന്തോ യോഗിനശൈനം പശ്യന്തി ആത്മനി അവസ്ഥിതം യദന്തോപി അകൃതാത്മനഃ അചേതസഃ ന പശ്യന്തി. അവരുമൊക്കെ ക്ഷേത്രോപാസന ചെയ്യുന്നുണ്ട്, പൂജ ചെയ്യുന്നുണ്ട്, ചെയ്യിക്കുന്നുണ്ട്, കുടുകുടു ഒക്കെ ഉണ്ട്. പക്ഷേ എന്തുകൊണ്ട്? 15-ാം അധ്യായത്തിൽ ഒന്നുകൂടെ വിശദീകരിച്ചു. വിമൂഢാനുപശ്യന്തി. പിന്നെ ആരാ കാണുന്നത്? പശ്യന്തി ജ്ഞാനചക്ഷുഷ. ജ്ഞാനചക്ഷുസ്സുള്ളവർക്ക് മാത്രമേ അതാണ് മഹാദേവൻ്റെ 3-ാം തൃക്കണ്ണ്. ഈ തൃക്കണ്ണെന്ന് പറഞ്ഞാൽ 3-ാമത്തെ കണ്ണെന്ന് ധരിച്ചു വെച്ച ഒരാൾ എനിക്ക് ചോദിച്ചതാണ്. ഈ 3-ാമത്തെ തൃക്കണ്ണെന്ന് പറയുന്നത് അതായത് ജ്ഞാനദൃഷ്ടിയാണ് അവിടെ സൂചിപ്പിക്കുക. അതുകൊണ്ടാണ് ആ കണ്ണ് തുറന്നപ്പോഴത്തേക്ക് എല്ലാം ഇല്ലാതായി. കാമദേവൻ ഉൾപ്പെടെ കുടുകുടു ഒക്കെ കഴിഞ്ഞു എന്നായിരുന്നു. ജ്ഞാനദൃഷ്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒക്കെ അവിടെ ജ്ഞാനാഗ്നി സർവ നേരത്തെ സൂചിപ്പിച്ചു. ജ്ഞാനാഗ്നിയിൽ സമസ്ത കർമ്മങ്ങളും ഇല്ലാതാകും. അപ്പോൾ ഈ ക്ഷേത്രജ്ഞനെ എങ്ങനെ അറിയണം? നാരായണ ഭഗവാൻ വാസുദേവ. ആരാ വാസുദേവൻ? വാസനാത് വാസുദേവസ്യ വാസിതം ഭുവനത്രയം സർവഭൂത നിവാസോസി വാസുദേവ നമസ്തുതേ. സർവഭൂത നിവാസോസി. സമസ്ത ഭൂതങ്ങളിലും വസിക്കുന്നവനാരോ അതാണ് വാസുദേവൻ. അതുകൊണ്ടാണ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ഉറപ്പായിട്ട് പറഞ്ഞത്. ഭഗവാൻ തൻ്റെ അച്ഛൻ്റെ പേരായിട്ടല്ല പറഞ്ഞത്. വാസുദേവ സർവമിതി സമഹാത്മാ. അല്ല, എൻ്റെ അച്ഛനെ അറിയാത്തവരൊക്കെ മടയൻ. എങ്ങനെ ചിന്തിക്കാൻ സാധിക്കും? ആലോചിച്ച് നോക്ക്. അവിടെ വാസുദേവൻ എന്ന് പറഞ്ഞാൽ വാസു പ്ലസ് ദേവനാണ് വാസുദേവൻ. എല്ലാറ്റിലും വസിച്ചുകൊണ്ട് എല്ലാത്തിനെയും ദ്യോതിപ്പിക്കുന്ന, സക്രിയമാക്കുന്ന, സജീവമാക്കുന്ന, ഇല്യൂമിൻ ചെയ്യുന്ന, എൻലിവൻ ചെയ്യുന്ന ചൈതന്യമാണ് വാസുദേവ. അതാണ് പറഞ്ഞ വാസുദേവ. ഭഗവാൻ എന്നുള്ള വാക്കിൻ്റെയൊക്കെ ഭട്ടതിരിപ്പാട് അർത്ഥം പറഞ്ഞു തന്നു. ഐശ്വര്യം, ശങ്കരാദീശ്വര വിനിയമനം, നാരായണ ശബ്ദത്തെയൊക്കെ അവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് ഈ ആത്മസ്വരൂപത്തെ അറിയൽ മാത്രമാണ്. ആ വാസുദേവനാണ്. അടുത്ത ശ്ലോകത്തിലും വാസുദേവ ശബ്ദത്തെ ഇങ്ങനെ സൂചിപ്പിക്കുന്നു. ധ്രുവകുമാരന് സാക്ഷാൽ ജഗദ്ഗുരുവായ ശ്രീനാരദന് ഉപദേശിച്ചതും ആ മന്ത്രമല്ലേ? ഓം നമോ ഭഗവതേ വാസുദേവായ. അതുകൊണ്ടാണ് സപ്താഹവേദികളിൽ 5 ബ്രഹ്മജ്ഞാനികൾ ഇരുന്ന് സപ്താഹം നടക്കുന്ന സമയത്ത് മുഴുവൻ ഓം നമോ ഭഗവതേ വാസുദേവായ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കണം എന്നാണ്. ആലോചിച്ചു, ഇത്ര വിശേഷമാണ് വാസുദേവ മന്ത്രം അല്ലേ? ശ്രീകൃഷ്ണ കമലാനാഥോ വാസുദേവ സനാതന വസുദേവ അവിടെ വസുദേവ ആത്മജൻ എന്ന് പറഞ്ഞു. അപ്പോൾ ആദ്യം പറഞ്ഞ വാസുദേവൻ്റെ അർത്ഥമോ ഇതാണ് ഇവർ പറയുന്നത്. സമസ്ത ജരാചരങ്ങളിലും ആത്മസ്വരൂപിണെ ഉപയോഗിച്ച് അല്ലേ? ഇതാണ് അന്വയ വ്യതിരേകാഭ്യാം എന്ന ആദ്യത്തെ ശ്ലോകത്തിൽ സൂചിപ്പിച്ച്. എന്തോ അന്വയ വ്യതിരേകം? പോസിറ്റീവ് അസേർഷൻ, നെഗറ്റീവ് നെഗേഷൻ. ഏതൊന്നുള്ളത് കൊണ്ടാണോ ഏതൊന്നിൻ്റെ അഭാവത്തിൽ പഞ്ചസാരയുടെ മധുരം എന്താണെന്നൊന്ന് പറഞ്ഞു തരുമോ? എന്ത് പറഞ്ഞു കൊടുക്കും? ഏതൊന്നുള്ളത് കൊണ്ടാണോ പഞ്ചസാരയ്ക്ക് മധുരമുള്ളത്, ഏതൊന്നില്ലാത്തപ്പോൾ പഞ്ചസാരയ്ക്ക് എന്ന്. ഇതാണ് അന്വയവും വ്യതിരേക. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ സൂചിപ്പിച്ചില്ലേ? ഈ അന്വയം വ്യതിരേകം കൊണ്ട് ഇത് ബോധിക്കണം. ഇല്ല, ഇലക്ട്രിസിറ്റി ആയപ്പോൾ നമുക്ക് അങ്ങനെ പഠിക്കാമെന്നായിരുന്നു അല്ലേ? ഏതെന്നുള്ളത് കൊണ്ടാണോ ഇപ്പം അതെവിടെ സൂചിപ്പിച്ചു അല്ലേ? അതുകൊണ്ട് ഈ വാസുദേവനാണ് ക്ഷേത്രജ്ഞൻ. ആത്മാ ശബ്ദത്തിൻ്റെ സൂക്ഷ്മമായ അർത്ഥം വ്യാപനത്വത്തെയാണ് സൂചിപ്പിക്കുക എന്നറിയാം. വിഷ്ണു ശബ്ദത്തിനും അതാണല്ലോ. സഹസ്രനാമം ആരംഭിക്കുന്നിടത്ത് തന്നെ സൂചിപ്പിച്ചില്ലേ? ആ ഭഗവാനാണ്
ഇതം അനുപ്രവിഷ്ട. സൃഷ്ടിയുടെ ആരംഭം എല്ലാം റെഡിയാക്കി നിർത്തി. ഇൻസ്ട്രുമെൻറ്റ്സ് എല്ലാം റെഡിയായിരുന്നു. അവിടെയൊക്കെ അതിന് വേണ്ട ആളുകളെയൊക്കെ പ്രവേശിച്ചു. പക്ഷെ ഒന്നും അങ്ങോട്ട് നടക്കുന്നില്ല എന്നർത്ഥം. അവിടെ ഈ അനുപ്രവിഷ്ട എന്ന വാക്ക് കാണാം. ഭഗവാൻ അതിലേക്ക് അനുപ്രവേശിച്ചു. ഭഗവാൻ വന്ന് നോക്കുമ്പോൾ ഇത്രയും ആലങ്കാരികമായിട്ട് സൂചിപ്പിക്കുന്നതാണ്. വന്ന് നോക്കിയപ്പോൾ കയറാനിടയില്ല, ഇതിലേക്കൂടെ കയറുക. അവസാനം ഇതാണ്. അതുകൊണ്ടാണ് മൂർധാവിൽ കൂടി പ്രവേശിച്ചതെന്നും അതുകൊണ്ടാണ് യോഗികൾ മുക്തി നേടുമ്പോൾ അവരെ അല്ലേ അനുപ്രവിഷ്ട ശബ്ദം അവിടെ കാണാം. പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി എന്നൊക്കെ ഭാഗവതാദ്യം നമ്മെ പ്രവേശിച്ചതുപോലെയും പ്രവേശിക്കാത്തതുപോലെയും. എന്തുകൊണ്ട്? പ്രവേശിച്ചാൽ നമ്മളൊക്കെ കുടുങ്ങി അല്ലേ? ഗാർഹസ്ഥ്യത്തിൽ പ്രവേശിച്ച് കുടുങ്ങിയവരല്ലേ നമ്മളൊക്കെ. കാസർഗോഡിനടുത്തൊരു സ്ഥലമുണ്ട്, കടന്നാൽ കുടുങ്ങി എന്ന് അതിൻ്റെ പേര്. ഭാവനയിൽ നിന്ന് പറയല്ല. ഞങ്ങൾക്കൊരിക്കൽ കാറിൽ ബാംഗ്ലൂരിൽ ഇരുന്ന് പോകേണ്ടതായിട്ട് വന്നു പെട്ടെന്നുള്ളൊരാൾ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോകുമ്പോഴാണ് ഒരു സ്ഥലത്ത് എഴുതി വെച്ചത് കടന്നാ കുടുങ്ങി. അന്ന് കുറിച്ച് വെച്ചു. ഭഗവാനെ, ഇത് സത്രവേദികളിൽ പറയാൻ നല്ലൊരു തമാശ ആണല്ലോ. ഇത് നമ്മുടെയൊക്കെ അനുഭവം ഇതാണ്. എന്ത് സ്ഥലപ്പേര് മറന്നു പോകരുതേ. എന്താണ്? കടന്നാൽ കുടുങ്ങി. ഇതാണ് ഇവിടെ ഭഗവാൻ സൂചന. അപ്പം പ്രവിഷ്ടാനി അപ്രവിഷ്ടാനി എന്ന് പറഞ്ഞാൽ പ്രവേശിച്ചതുപോലെയും പ്രവേശിക്കാത്തതുപോലെയും. ഇതിലൊക്കെ പ്രവേശിച്ചതുപോലെ തോന്നും, പക്ഷേ ഭഗവാൻ ഇതിലൊന്നും പ്രവേശിച്ചിട്ടില്ല. ഭഗവാൻ ഇതിലൊന്നും ശ്രദ്ധിക്കൂ എന്നർത്ഥം. അതുകൊണ്ട് ഈ ആത്മസ്വരൂപത്തെ മറയ്ക്കുന്ന കാമാദി ശത്രുക്കളെ, ജഹി ശത്രു മഹാബാഹോ കാമരൂപം ദുരാസദം. അർജുന, നീ ബാഹ്യ ശത്രുക്കളെ നിഗ്രഹിക്കാൻ ഇത്ര വലിയ ബോധർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ഏറ്റവും വലിയ ശത്രു നിൻ്റെ ഉള്ളിൽ തന്നെയാണ്. അതിനെ നിഗ്രഹിക്കാൻ നോക്കൂ. കാരണം മറ്റേ ശത്രുക്കളെയൊക്കെ മയാഹതം, അവരെയൊക്കെ ഞാൻ വേണ്ടതുപോലെ ചെയ്തു കഴിഞ്ഞു. നീ ഒരു നിമിത്തം മാത്രം. പക്ഷെ നിൻ്റെ ഉള്ളിലെ ശത്രുവിനെ ഇല്ലാതാക്കണമെങ്കിൽ ആര് വിചാരിക്കണം? നീ തന്നെ ഇവിടെയാണ് മനുഷ്യപ്രയത്നവും ഭഗവാന്റെ കാരുണ്യവും കൂടി ചേർത്ത് ചിന്തിക്കേണ്ടത്. സമയമില്ല, അതുകൊണ്ട് നമ്മൾ അടുത്തതിലേക്ക് സൂചിപ്പിക്കുന്നു. അങ്ങനെ ആ 11ാമത്തെ ശ്ലോകം അവിടെ സമർപ്പിച്ചു, അധ്യായം സമർപ്പിച്ചു. ഭ്രാതൃവ്യമേനം തദബ്രവീര്യമുപേക്ഷയധ്യേതിതമപ്രമത്തഃ ഗുരോർഹരേ ചരണോപാസനാസ്ത്രോ ജഹിവ്യളീയം സ്വയമാത്മമോഷം. അതുകൊണ്ട് എന്ത് വേണം? ഒറ്റ വഴിയേ ഉള്ളൂ. എന്ത്? ഗുരോഹോ ഹരേ ചരണം. ഭഗവാൻ തന്നെയായ ഗുരുനാഥൻ്റെ പാദങ്ങളെ ശരണം പ്രാപിക്കൂ. ആ ഗുരുനാഥൻ്റെ പാദസേവ മാത്രമാണ് നമ്മെ അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് പാദസേവയാകുന്ന അസ്ത്രം കൊണ്ട് അസംഗശസ്ത്രേണ ദൃഢേന ചിത്വ എന്ന് പറയുന്ന പോലെ ഇവിടെ ഏകാദശിയിൽ വരുമ്പോഴത്തേക്ക് ഭക്തിയാകുന്ന വാളുകൊണ്ട് ഇതൊക്കെ സൂചിപ്പിക്കുന്നു. അധ്യായത്തിൻ്റെ അവസാനം നമ്മൾ കാണും അല്ലേ, അസംഗ സുസംഗ ജാത ജ്ഞാനാസിന. അടുത്ത അധ്യായത്തിൻ്റെ ഇതിലൊക്കെ കാണും എന്നർത്ഥം. മുഴുവനും പറയാൻ നമുക്ക് സമയമില്ല, മുഴുവൻ പറയാനൊന്നും അറിഞ്ഞും കൂടാ, സമയം പരിമിതം എന്നർത്ഥം. 12ാം അധ്യായത്തിലാണ് കുറച്ചുകൂടെ വിശദമായിട്ട് ഉപദേശിച്ചു കൊടുത്തു. ഈ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ടായില്ല, പിന്നെ അതിനുള്ള സൊല്യൂഷൻസ് പരിഹാരവും കൂടി നിർദ്ദേശിക്കാൻ കഴിയണം. അത് ഭഗവാൻ വിശദമായിട്ട് എല്ലാ സംശയങ്ങളെയും തീർത്തു കൊടുത്തു. അങ്ങനെ എന്ത് വേണം? സംവാദമാണല്ലോ. അപ്പോൾ രഘുഗണൻ്റെ സംശയങ്ങളും ചോദിച്ചു. വിശദമായിട്ട് അതിന് ഭഗവാൻ ഭരതയോഗീശ്വരൻ മറുപടി പറഞ്ഞു. വാസുദേവൻ്റെ നിർവചനവും കൂടി അവിടെ സൂചിപ്പിച്ചു. 11ാമത്തെ ശ്ലോകം. ജ്ഞാനം വിശുദ്ധം പരമാർത്ഥമേകമനന്തരം ത്വബഹിർബ്രഹ്മസത്യം പ്രത്യക് പ്രശാന്തം ഭഗവത് ശബ്ദസജ്ഞം യത് വാസുദേവം കവയോ വിദന്തി. അറിവുള്ളവരാരെയാണ് വാസുദേവൻ എന്ന് പറയുക? അത് സൂചിപ്പിച്ചു. ഈ പരമമായ ചൈതന്യം, അതിൻ്റെ
ആ ഒരു പ്രാഭവത്തിൽ മാത്രമാണ് ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം സക്രിയമാകുന്നത്. അതുകൊണ്ട് അതിനെ അറിയണമെങ്കിൽ എന്ത് വേണം? നേരത്തെ പറഞ്ഞ ശ്ലോകം, വിനാ മഹത്പാദ ഋജോഭിഷേകം. മഹാത്മാക്കളെ സ്പർശിക്കണമെന്നല്ല പറഞ്ഞ, പിന്നെ അവരുടെ പാദധൂളി കൊണ്ട് അഭിഷേകം ചെയ്യണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ പറഞ്ഞ് വിശദമായിട്ട് നേരത്തെ പറഞ്ഞ ശ്ലോകം, അസംഗ സുസംഗ ജാത ജ്ഞാനാസിന. അസംഗന്മാരുമായുള്ള സുസംഗം കൊണ്ട്, ഇത് നമ്മുടെ പരിമിതമായ ഭാഗവത അറിവിൽ വേറെ ഒരിടത്ത് ഇങ്ങനൊരു പ്രയോഗം കണ്ടിട്ടില്ല. അസംഗന്മാരുമായിട്ടുള്ള സുസംഗം കൊണ്ട്, സത്സംഗം കൊണ്ട് നിസ്സംഗത്വം സാധിച്ച മഹാത്മാക്കളുമായിട്ടുള്ള സുസംഗം കൊണ്ട്, നല്ല വല്ലപ്പോഴും ഒരു ഹരിയോം പറഞ്ഞുകൊണ്ട് മാത്രമായില്ല എന്നാണ്, പിന്നെ സുസംഗമുണ്ടാകണം. അപ്പോഴെന്തുണ്ടാകും? അറിവാകുന്ന വാള് കിട്ടും. അതുകൊണ്ട് ഈ സംസാരത്തെ വെട്ടിമാറ്റാൻ സാധിക്കണം. പിന്നീടാണ് 13-ാമത്തെ അധ്യായത്തിൽ ഭവാടവി, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഒരു അടവി അഥവാ കാടായിട്ട് വർണ്ണിച്ചത്. ആണ് ഭവാടവി എന്ന് സൂചിപ്പിക്കും. നേരത്തെ സൂചിപ്പിച്ച ത്രിപക്ഷയജ്ഞങ്ങളിൽ ഭരതരഘുഗണ സംവാദം ഇങ്ങനെ കൊടുക്കുമെങ്കിലും ഭവാടവി മാത്രം നമ്മൾ ഒരു ടോക്കിനുള്ള വിഷയമായിട്ട് എത്ര ഗംഭീരമായിരുന്നു എന്നറിയാം. നമ്മുടെ ശരീരനായ ബാലകൃഷ്ണ പിഷാരടി മാഷെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർക്കുന്നു. പലപ്പോഴും അദ്ദേഹത്തിനാണ് ഞങ്ങൾ ഈ ടോപ്പിക്ക് കൊടുക്കാറുണ്ടായിരുന്നതെന്ന് പറഞ്ഞു. വളരെ വിശദമായിട്ട് പറയും. പലരും പറഞ്ഞിട്ടുണ്ട്, ഓരോ തവണ മാറി മാറി പറയാറുണ്ട്. അതിവിദഗ്ധമായി കൈകാര്യം ചെയ്യേണ്ട ഭവാടവി അതിലേക്ക് കടക്കാൻ സമയം അനുവദിക്കുന്നില്ല. തുറന്നു പറയട്ടെ, നമ്മുടെ അറിവും അതിന് സമ്മതിക്കുന്നില്ല. എന്തായാലും പറഞ്ഞ സമയം ഏതാണ്ടാകുന്നു. അതുകൊണ്ട് സമയം പാലിക്കുക എന്നുള്ളത് നമുക്ക് വളരെ നിർബന്ധമാണ്. പറഞ്ഞുകൊണ്ടിരുന്നാൽ ഇങ്ങനെ ഒരുപാട് പറയാം, പക്ഷെ പാടില്ല എന്നർത്ഥം. സമയക്ലിപ്തത. കാരണം ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് 6:30 means 6:30, neither 6:29 nor 6:31. 6:30 എന്ന് പറഞ്ഞാൽ, കാരണം ഇതൊക്കെ തുടങ്ങുന്നത് എപ്പോഴും 6:30ക്കാണ്. അതുകൊണ്ട് അങ്ങനെയാണ്. അപ്പം നമുക്ക് 4:30 എന്ന് പറഞ്ഞാൽ 4:29 അല്ല, 4:32 അല്ല, 4:30 തന്നെയാണ്. മഹാദേവൻ്റെ കാരുണ്യം ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സജ്ജനങ്ങളുടെയും, ഇവിടെ നമ്മെ അനുഗ്രഹിക്കുന്ന മഹാത്മാക്കളുടെയും ഒക്കെ അനുഗ്രഹം, കുറച്ച് ചിന്തകൾ പങ്കുവയ്ക്കാൻ സാധിച്ചു. അതിനനുഗ്രഹിച്ച മഹാദേവൻ്റെ പാദങ്ങളിൽ, ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ, സത്രസമിതിയുടെ എല്ലാ പ്രവർത്തകരുടെയും മുമ്പിൽ, വിശിഷ്യ ശ്രീ നാരായണസ്വാമിയുടെ മുമ്പിൽ എത്രയോ വർഷങ്ങളായിട്ടുള്ള ഭാഗവത ബന്ധമാണ് എന്നർത്ഥം അല്ലേ. ഇവരുടെയൊക്കെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഭഗവാൻ പാദങ്ങളിൽ സമർപ്പിക്കട്ടെ. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യത്തെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യത്തെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ശ്രീ സദ്ഗുരുനാഥ മഹാരാജ് കി ജയ്. ഹര നമ പാർവതീപതേ. ഹര ഹര മഹാദേവ. ഹരി ഓം. ഹരി ഓം. ഹരി ഓം. ഇതുവരെ ഭരത രഘുഗണ സംവാദം എന്ന വിഷയത്തെ അധികരിച്ച് നമ്മളോട് സംസാരിച്ച ആദരണീയ ഭാഗവത ആചാര്യൻ ശ്രീ AK പ്രഭാകർജി ഗുരുവായൂർ അവർക്ക് സത്രസമിതിയുടെയും ഭക്തജനങ്ങളുടെയും നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്ത പ്രഭാഷണം അധ്യാപനവുമായി